റോമാലേഖനം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കണ്ടിന്യൂറ്റി ബാക്കി നമ്മൾ പഠിക്കുകയാണ്. നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയ ക്ലാരിഫിക്കേഷൻ കേട്ടോ. നമ്മുടെ യൂറോപ്പിലുള്ള എൻ്റെ ഒരു ഫ്രണ്ട് നമ്മുടെ ആദ്യത്തെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ കണ്ടിട്ട് ഒരു ചെറിയ തിരുത്ത് എനിക്ക് വിളിച്ച് ഓർമ്മിപ്പിച്ചായിരുന്നു. യഹൂദന്മാർ മറ്റേ റോമയിൽ നിന്ന് ക്ലോഡിയസ് പുറത്താക്കിയെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതിനൊരു കാരണം എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞത് മറ്റേ അവിടെ റോമയിൽ ഒരു തീപിടുത്തം ഉണ്ടായെന്ന് പറഞ്ഞില്ലേ, അത് ആക്ച്വലി ആ സമയത്തല്ലായിരുന്നു. അപ്പോൾ പുറത്താക്കാനുള്ള കാരണം, ഇപ്പം പുറത്താക്കാനുള്ള കാരണം തീപിടുത്തം അല്ലായിരുന്നു. ഈ ക്രിസ്ത്യാനിറ്റി വന്നപ്പം ഇവർക്കിടയിൽ തന്നെ യഹൂദന്മാരും യഹൂദ ക്രിസ്ത്യാനികളും തമ്മിലൊരു ക്ലാഷ് ഉണ്ടായല്ലോ. അങ്ങനെ ഒരു പ്രശ്നം കൊണ്ടാണ് ക്ലോഡിയസ് ഇവരെ ആ സമയത്ത് പുറത്താക്കിയത്. തീപിടുത്തം ഉണ്ടായത് AD 64 നീറോയുടെ സമയത്താണ് തീപിടുത്തം ഉണ്ടാകുന്നത്. അത് പിന്നീട് സംഭവിക്കുന്ന കാര്യമാണ്. തീപിടുത്തത്തിന്റെ പേരിലും യഹൂദനെ പിന്നെ പുറത്താക്കിയായിരുന്നു, പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അത് പക്ഷേ AD 64 ക്ലോഡിയസ് പുറത്താക്കുന്നത് തീപിടുത്തത്തിന്റെ കാരണം കൊണ്ടല്ല, ക്രിസ്ത്യാനികളും യഹൂദ ക്രിസ്ത്യാനികളും അല്ലാത്തവരും തമ്മിലുള്ള ഇന്റേണൽ ക്ലാഷ് സംഭവിച്ചതുകൊണ്ടാണ് ക്ലോഡിയസ് പുറത്താക്കുന്നത്. അപ്പൊ കാരണം ഞാനത് പറഞ്ഞത് ഒരു ചെറിയ തിരുത്തുണ്ട്, അതൊന്ന് ക്ലാരിഫൈ ചെയ്തത്. പുറത്താക്കി, പക്ഷെ അതിന്റെ കാരണം തീ പിടിച്ചത് AD 64 ക്ലോഡിയസ് പുറത്താക്കുന്നത് AD 47 അപ്പം ആ ഒരു തിരുത്ത്. ഓക്കെ, അതാണ്. ബാക്കി ഇൻട്രൊഡക്ഷൻ ഒക്കെ എല്ലാവർക്കും അറിയാമല്ലോ. നമ്മൾ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു, നമ്മൾ 1-ാം അധ്യായം തൊട്ട് വായിച്ചു വരുമായിരുന്നു. അപ്പം നീതിമാനായ ദൈവത്തെ പറഞ്ഞിട്ടാണ് പൗലോസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പൗലോസ് വന്നിട്ട് പറയുന്നുണ്ട്, പ്രവാചകന്മാരും തിരുവെഴുത്തുകളും എല്ലാം മുൻപ് കൂട്ടി യേശുക്രിസ്തുവിന്റെ സുവിശേഷമാണ് പറഞ്ഞത്. ആരുടെ സുവിശേഷം? യേശുക്രിസ്തുവിന്റെ സുവിശേഷമാണ് പറഞ്ഞത്. അപ്പം ആ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന് വേണ്ടിയിട്ട് വിളിച്ച് വേർതിരിക്കപ്പെട്ട ആരാണ്? ഞാൻ അപ്പോസ്തലനാണ്, ഞാൻ യേശുക്രിസ്തുവിന്റെ ദാസനുമാണെന്ന് പറയുക. അപ്പൊ യേശുക്രിസ്തുവിന്റെ ദാസനെന്ന് യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ക്രിസ്ത്യാനികളോട് പറയുമ്പോൾ യഹൂദന്മാർ ആരുടെ ദാസൻ എന്നാ പറഞ്ഞുകൊണ്ടിരുന്നത്? അവര് യഹോവയെ വിളിക്കുന്നതിന് എന്താണ്? അഡോണായി എന്നാണ്. അഡോണായി എന്ന് പറഞ്ഞാൽ മൈ മാസ്റ്റർ എന്നാണ്. അപ്പം യഹോവയുടെ ദാസൻ അല്ലേ, നമ്മളെല്ലാം കാണുന്ന അങ്ങനെ. ദാവീദ് ആരായിരുന്നു? യഹോവയുടെ ദാസൻ. മോശയെ പറ്റി പറയുന്നുണ്ട് യഹോവയുടെ ദാസൻ. അപ്പൊ യഹോവയുടെ ദാസൻ, അതായത് ദൈവത്തിന്റെ ദാസൻ എന്ന് പറഞ്ഞ് യഹോവയുടെ ദാസൻ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയോട് പൗലോസ്, ഒരു യഹൂദനായ പൗലോസ് പറയാം, ഞാൻ ആരുടെ ദാസനാണ്? ഞാൻ യേശുക്രിസ്തുവിന്റെ ദാസനാണ്. അപ്പൊ ഇൻഡയറക്ട്ലി യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ പൗലോസ് എന്ത് ചെയ്യുക? അവിടെ പ്രൂവ് ചെയ്തിട്ട് പൗലോസ് താഴോട്ട് ഇങ്ങനെ പറഞ്ഞു പോവാം, നിങ്ങളെ എന്ത് ചെയ്തിരിക്കുന്നു? നിങ്ങളെ ദൈവം വിളിച്ചിട്ടുണ്ട്, നിങ്ങൾ ദൈവത്തിന്റെ പ്രിയരാണ്, അതുകൊണ്ട് തന്നെ നിങ്ങളെ വിളിക്കപ്പെട്ടവരാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താണ്? നിങ്ങൾ വിശുദ്ധന്മാരാണ്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്? എഴുതുന്നെന്ന് പറയുന്നു. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് എന്തുണ്ട്? കൃപയും ഉണ്ട്, സമാധാനവും ഉണ്ട്. അപ്പൊ നമ്മൾ അന്നേരം പറഞ്ഞു, യേശുക്രിസ്തുവിലുള്ള കൃപയാൽ നമുക്ക് പിതാവിനോട് സമാധാനമുണ്ട്. എന്നിട്ട് പൗലോസ് എന്ത് പറയുകയാണ്? പൗലോസിന്റെ സുവിശേഷം അവിടെ പ്രൂവ് ചെയ്യുക. എന്താണ് പൗലോസ് പ്രസംഗിക്കുന്ന സുവിശേഷം? ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തു എന്ന് പറയുന്നു. ഇന്ന് അനുവാൻറ്റി പറഞ്ഞതിനകത്തിലും പ്രസംഗിച്ച എക്സോട്ടേഷൻ ഷെയർ ചെയ്തപ്പം പറഞ്ഞ പോർഷനിനകത്തിലും ആ കുരുടൻ ആരാ? ഒരു ജൂയിഷ് പശ്ചാത്തലത്തിലാണ്. അവൻ ചോദിക്കുമ്പോൾ അവനോട് പറയുന്ന ആരാ പറയുന്നത്? നസറേനായ യേശു വരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ എടുത്തു പറയാൻ കാരണം അന്ന് ഒത്തിരി ആരുണ്ട്? യേശു ഉണ്ട്, ഒരുപാട് യേശു എന്ന് പേരുള്ള ആൾക്കാരുണ്ട്. അപ്പൊ ഇവർ എടുത്തു പറയാൻ നസറേനായ യേശു വരുന്നു. പക്ഷെ ഇവൻ റെസ്പോണ്ട് ചെയ്യുന്നത് എങ്ങനെയാ? യേശുവെ ദാവീദ് പുത്ര എന്നാ പറയുന്നത്. ലൈക്ക് അവൻ അംഗീകരിക്കുകയാണ്, ദാവീദ് പുത്രനാണ്, ദാവീദിന്റെ സന്തതിയായിട്ട് ആ മശിഹ വരുന്നതെന്ന് എല്ലാവർക്കും യഹൂദനറിയാം. അപ്പൊ അവൻ അവിടെ സമ്മതിക്കുകയാണ്, നീയാണ് മശിഹ, നീയാണ് ദൈവം എന്ന് ഞാൻ എന്ത് ചെയ്യുകയാണ്? അഡ്മിറ്റ് ചെയ്യുകയാണെന്ന് പറയാം. അപ്പൊ യഹൂദന്മാർക്കെല്ലാം അറിയാം ആരാണ് മശിഹ വരുന്നത്, എവിടുന്ന? ദാവീദിന്റെ സന്തതിയായിട്ടാണ്. അപ്പൊ അങ്ങനെയുള്ള യഹൂദ ക്രിസ്ത്യാനികളോട് പൗലോസ് പറയുക, ജഡം സംബന്ധിച്ച് ഒരു ഡൗട്ടും വേണ്ട, എന്താണ്? ദാവീദിന്റെ സന്തതിയായിട്ടാണ് വന്നത്. എന്നാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ഒരു സംശയവും വേണ്ട. അതിന് ഡൗട്ട് ഇല്ലാത്തതിന്റെ കാരണം എന്താ? മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് ആർക്കും ഒരു സംശയവും വേണ്ട. ശക്തിയോടെ നിർണയിക്കപ്പെട്ടിരിക്കുന്ന കാര്യം എന്താണ്? ദൈവപുത്രനാണെന്ന് നിർണയിക്കപ്പെട്ടു എന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് പറയുന്നു, അവന്റെ നാമം പ്രസംഗിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെ വിളിച്ചിരിക്കുന്നത്. എന്തിനാണ്? ജാതികളുടെ ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന്. അപ്പൊ നമ്മൾ നോക്കി എന്താണ് വിശ്വാസം എന്ന് നമ്മൾ നോക്കി, വിശ്വാസത്തിന്റെ അനുസരണം എന്താണെന്ന് നമ്മൾ നോക്കി. വിശ്വസിക്കുകയാണെന്ന് പറയുമ്പോൾ വിശ്വസിക്കുന്ന നമ്മുടെ മെറിറ്റ് കൊണ്ടല്ല, കൃപയാൽ കർത്താവ് നമ്മളെ തരുന്ന എന്താണ്? നമുക്ക് തരുന്ന ദൈവം തരുന്ന പ്രിവിലേജ് ആണ് വിശ്വസിക്കാൻ കഴിയുക എന്നത്, അല്ലേ? നമ്മുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് തോന്നിപ്പിച്ചിട്ട്
നമ്മളെ വിശ്വസിക്കാൻ പ്രാപ്തരാക്കുന്ന ദൈവമാണല്ലേ. പക്ഷെ ആ വിശ്വാസത്തിന് എന്തുണ്ട്? അനുസരണം ഉണ്ട്. നമ്മളതിന് ഉദാഹരണമൊക്കെ പറഞ്ഞ് ശൂശു എന്ന് വിളിക്കുമ്പം വരുന്നതൊക്കെ പറഞ്ഞ് ഓർക്കുന്നില്ലേ? സില്ലെ ശൂശു എന്ന് വിളിക്കുന്നത്, രേഷ്മ ശൂശു എന്ന് വിളിക്കുന്നതൊക്കെ. അപ്പൊ വിശ്വാസത്തിന് അനുസരണമുണ്ട്. അതിനാണ് അത് ആളുകളിൽ ആ വിശ്വാസം നിറച്ച് ആ അനുസരണം തികയ്ക്കാനാണ് ഞങ്ങളെ അപ്പോസ്തലന്മാരെ പൗലോസ് എന്നെ വിളിച്ചിരിക്കുന്നത് പറയുന്നു. എന്നിട്ട് അവരോട് പറയുക, നിങ്ങളുടെ വിശ്വാസം എന്താണ്? എല്ലായിടത്തും പ്രസിദ്ധമാണ്. അത് ഓർത്ത് ഞാൻ എന്ത് ചെയ്യുക? നിങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു എന്ന് പറഞ്ഞു. നിങ്ങളുടെ ഇടയ്ക്ക് എനിക്ക് വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പല പ്രാവശ്യം ഞാൻ അതിനെപ്പറ്റി പ്ലാൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ നടന്നില്ല എന്നുള്ളതിന് ദൈവം അതിന് സാക്ഷിയാണ്. നിങ്ങളെ ഓർത്ത് ഞാൻ ഇടപെടാതെ എന്ത് ചെയ്തിട്ടുണ്ട്? പ്രാർത്ഥിച്ചു എന്ന് പറയുന്നു. ഞാൻ അവിടെ വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന, എന്നിൽ തന്നിരിക്കുന്ന കാര്യങ്ങളെ നിങ്ങൾക്ക് പഠിപ്പിക്കാനും അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന ആത്മീയ വരങ്ങളെ കൊണ്ട് എനിക്കും ആശ്വാസം പകരാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? അവിടെ വരാൻ ആഗ്രഹിച്ചതെന്ന് പറയുന്നു. എന്നിട്ട് പൗലോസ് പറയുക, എനിക്ക് മറ്റ് ജാതികളിലെ പോലെ നിങ്ങളുടെ ഇടയ്ക്കും ഫലം ഉണ്ടാകേണ്ടത് ഞാൻ അവിടെ വരണമെന്ന് ആഗ്രഹിച്ച് നിങ്ങൾ അറിയാതിരിക്കരുതെന്ന് പറയുന്നു. യവനന്മാർക്കും ബർബരനും ജാനികൾക്കും ബുദ്ധിഹീനർക്കും എല്ലാവർക്കും ഞാൻ സുവിശേഷത്തിൽ കടക്കാരനാണെന്ന് പറയുന്നു. അതുകൊണ്ട് റോമയിലുള്ള നിങ്ങളോടും എന്താണെന്ന് പറയുന്നു. ഇതൊക്കെ പറഞ്ഞിട്ട് പൗലോസ് പറഞ്ഞല്ലോ, ഞാൻ അവിടെ വരണമെന്ന് ആഗ്രഹിച്ച് എന്തുകൊണ്ടാണ്? സുവിശേഷം പറയാനാണെന്ന്. എന്നിട്ട് പൗലോസ് പറയുന്നത് സുവിശേഷം എന്താണെന്ന് പറയുക. പൗലോസ് പറയുന്നത് എന്താണ്? സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് എന്തില്ല? ലജ്ജയില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും പൗലോസ് എഴുതുന്ന, ഞാൻ പറഞ്ഞല്ലോ, പൗലോസിന്റെ ഒരു ലാംഗ്വേജിന്റെ സ്റ്റൈൽ എന്താണ്? ഡയാട്രിബയാണ്. അപ്പം ഒരു തേർഡ് പാർട്ടി കൗണ്ടർ പാർട്ടി ആർഗ്യുമെന്റ് പറയുന്ന ഒരാൾ ഇമാജിനറി ആയിട്ടുണ്ടെന്ന് സങ്കല്പിച്ച് പൗലോസ് എന്ത് ചെയ്യുകയാണ്? അതിനെ അഡ്രസ് ചെയ്യുക. അപ്പൊ സ്വാഭാവികമായിട്ട് പൗലോസ് പറയുക, എനിക്ക് സുവിശേഷത്തെ പറ്റി എന്തില്ല? ലജ്ജയില്ല. അപ്പൊ ഉണ്ടാവുന്ന ചോദ്യം എന്താ? അത് എന്തുകൊണ്ടാണ് നിനക്ക് ലജ്ജയില്ലാത്തെന്ന് ചോദിക്കും. അതിന്റെ മറുപടി പൗലോസ് അതിന്റെ താഴെ പറയാം. പൗലോസ് ഇവിടെ എന്താ പറയുന്നത്? എങ്ങനെ? സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. എന്തുകൊണ്ടാണ് ലജ്ജയില്ലാത്ത? വിശ്വസിക്കുന്ന ഏവനും അത് ദൈവശക്തിയായിട്ട്, രക്ഷയ്ക്കായിട്ട് ദൈവശക്തിയാണ്. അപ്പൊ എന്താ സുവിശേഷത്തെ പറ്റി എനിക്ക് ലജ്ജയില്ലാത്ത എന്താ? കാരണം അതെന്താ? വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവത്തിന്റെ ശക്തിയാണ്, രക്ഷയ്ക്കായിട്ട് ദൈവത്തിന്റെ ശക്തിയാണെന്ന് പറയുക. അവിടെ ഒരു ഹൈറാർക്കി ഓർഡറും പറയുന്നുണ്ട്, ആദ്യം യഹൂദനും പിന്നെ യവനും. ആ ഹൈറാർക്കി ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നല്ലോ. അവർക്ക് അതുകൊണ്ട് എന്താണ്? ദൈവശക്തി ആകുമെന്ന് പറയുന്നു. അപ്പൊ ആരെങ്കിലും ചോദിക്കുക, അതെങ്ങനെയാ ദൈവശക്തി ആകുന്നതെന്ന് ചോദിക്കുമ്പോൾ എന്താ? അതിന്റെ ഉത്തരം പൗലോസ് അതിന്റെ താഴെ പറയുക. എങ്ങനെയാ ദൈവശക്തി ആകുന്നതെന്ന് പറയുക. അതിൽ ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസനായിക്കൊണ്ടും വെളിപ്പെടുന്നു. അതുകൊണ്ടാണ് അതെന്ത്? ദൈവശക്തി ആകുന്നത്. പൗലോസ് പറയാം, എനിക്ക് ലജ്ജയില്ല. അതെന്താ എനിക്ക് ലജ്ജയില്ലാത്ത? കാരണം അത് വിശ്വസിക്കുന്നവർക്കൊക്കെ ദൈവശക്തിയാണ്. അതെങ്ങനെയാ ദൈവശക്തി ആകുന്നത്? അത് ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്നവർക്ക് വിശ്വാസം ഹേതുവായും വിശ്വാസനായിക്കൊണ്ടും വെളിപ്പെടുന്നു. അപ്പൊ ദൈവത്തിന്റെ നീതി സുവിശേഷത്തിൽ വെളിപ്പെടുന്നത് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? അത് രക്ഷയ്ക്കായിട്ട് ദൈവശക്തിയായി മാറുന്നത്. അതുകൊണ്ട് എനിക്ക് എന്തില്ല? അത് പ്രസംഗിക്കുന്നതിന് ലജ്ജയില്ലെന്ന് പൗലോസ് അവിടെ പറഞ്ഞ് സ്ഥാപിക്കുകയാണ്. എന്നിട്ട് പൗലോസ് പറയുക, ഒന്നുകൂടെ അതിനെ അടിവരയിട്ടിട്ട് പറയാം. ഹബക്കുക്കിന്റെ പ്രവചനത്തിൽ നിന്നൊരു വാക്യം എടുത്തിട്ട് പൗലോസ് എന്ത് ചെയ്യുക? ഒന്നുകൂടി അതിനെ ഓർമ്മിപ്പിക്കുകയാണ്. എന്താ പറയുന്നത്? നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് എഴുതിയിരിക്കുന്നുണ്ട്. ഇത് ഹബക്കുക്ക് എന്ന പ്രവാചകനെ അറിയാമല്ലോ. യഹൂദായിൽ പ്രവചിച്ചുകൊണ്ടിരുന്നതാണ്. ഈ സോളമന്റെ കാലത്തിന് ശേഷം ഇസ്രായേൽ രണ്ടായി. അതായത് കിങ്ഡം ഓഫ് ജൂഡയും കിങ്ഡം ഓഫ് ഇസ്രായേലുമായി. അതിനുശേഷമുള്ള കാലങ്ങളിൽ കിങ്ഡം ഓഫ് ജൂഡയിൽ ഉള്ള ഒരു പ്രവാചകനായിരുന്നു ഹബക്കുക്ക്. അപ്പൊ ഹബക്കുക്കിനോട് ദൈവം പറയുകയാണ്, ഞാൻ എന്ത് ചെയ്യും? ബാബിലോണിനെ അയക്കും, ഇസ്രായേലിനെ എന്ത് ചെയ്യും? അടിമത്തത്തിൽ കൊണ്ടുപോകുമെന്ന് പറയാം. അപ്പൊ ഹബക്കുക്കിനൊരു സ്വാഭാവികമായിട്ട് ഒരു ചോദ്യം തോന്നുക, നീ ഞങ്ങളെ കഷ്ടത്തിൽ അയക്കാന്ന് പറയുന്നത് ഞങ്ങൾ കൊള്ളത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ. ഞങ്ങളെ കാട്ടി കൊള്ളരുതാത്ത ഒരു പാർട്ടിയെ കൊണ്ടുവന്ന് എങ്ങനെയാണ് ഞങ്ങളെ എന്ത് ചെയ്യുന്നത്? അടിമത്തത്തിൽ കൊണ്ടുപോകുന്നതെന്ന് ഹബക്കുക്ക് ചോദിക്കുക. അതിന് യഹോവയായ ദൈവം റിപ്ലൈ ചെയ്യുന്നതിന്റെ ഭാഗത്തിൽ വരുന്ന ഒരു മറുപടിയാണ് നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് പറയുന്നത്. അപ്പൊ പൗലോസ് ഇവിടെ അവരുടെ പ്രവാചകന്മാരുടെ പുസ്തകത്തിൽ നിന്ന് ഒരു കോട്ട് എടുത്തിട്ട് പൗലോസിന്റെ ആശയത്തെ, വിശ്വാസത്താലുള്ള നീതീകരണത്തെ സ്ഥാപിക്കാൻ പൗലോസ് പറയുന്ന ആശയത്തെ എന്ത് ചെയ്യുക? പൗലോസ് ഒന്നുകൂടെ ഉറപ്പിക്കുകയാണ്. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് എഴുതിയിരിക്കുന്നുണ്ടല്ലോ. അപ്പം ഇതുവരെ പൗലോസ് എന്ത് ചെയ്യുകയാണ്? ഇങ്ങനെ അടുക്കി പറഞ്ഞു വെച്ചിരിക്കും. ഇത്രയും കാര്യം നമുക്കെല്ലാം ക്ലിയർ ആണല്ലോ. പൗലോസിന്റെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു. പൗലോസിന്റെ പ്രശ്നത്തിലേക്ക് കടക്കുന്ന ആമുഖത്തിലെത്തി. സുവിശേഷം എന്താണെന്ന് പൗലോസ് പറഞ്ഞു വെച്ചു. ഇവിടെ മേളിൽ നമ്മളെ രക്ഷയ്ക്കായിട്ട് എന്നുള്ളൊരു വാക്കുണ്ടല്ലോ. നമ്മൾ ആ രക്ഷയെപ്പറ്റി അവിടെ അത്ര ഡീറ്റെയിൽ ആയിട്ട് പറയാൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകേണ്ടതാണ്. പക്ഷെ നമ്മൾ 3-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം എത്തുമ്പോൾ നമ്മൾ ഡോക്ട്രിൻ ഓഫ് സാൽവേഷൻ പഠിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? 21 തൊട്ട് താഴോട്ട് പഠിക്കുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ വെച്ചിരിക്കുകയാണ് രക്ഷ എന്നുള്ളതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ. അപ്പൊ ഇപ്പൊ നമ്മൾ അതുകൊണ്ട് രക്ഷയിലേക്ക് നോക്കുന്നില്ല. അപ്പൊ ഇനി നോക്കി,
മേളിൽ ഇപ്പം ഇതുവരെ പൗലോസ് പറഞ്ഞു ഞാൻ വരുന്നത് എന്തിനാണ്? സുവിശേഷം പ്രസംഗിക്കാനാണ്. സുവിശേഷം എന്താണ്? അത് വിശ്വസിക്കുന്ന എല്ലാവർക്കും എന്താണ്? രക്ഷയ്ക്കായിട്ട് അതെന്താണ്? ദൈവത്തിന്റെ ശക്തിയാണ്. അപ്പൊ ഇനി ഒരാൾ ചോദിക്കുകയാണ്, എനിക്ക് എന്തിനാണ് രക്ഷ? സ്വാഭാവികമായിട്ട് ഒരാൾ പറയാമോ, എനിക്ക് ഒരു പ്രശ്നത്തിൽ നിന്നല്ല എന്ത് വേണ്ടത്? രക്ഷ വേണ്ടത്. അപ്പൊ ഒരാൾ ചോദിക്കുക എനിക്ക് എന്തിനാണ് രക്ഷ, എന്തിനാണെന്ന് ചോദിച്ചാൽ അതിന്റെ മറുപടിയാണ് എന്ത് ചെയ്യുന്നത്? പൗലോസ് അടുത്ത വാക്യത്തിൽ പറയാം. നോക്കിയേ, അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. അപ്പം എന്തുണ്ട്? ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടും. അപ്പൊ അതിൽ നിന്ന് എന്ത് വേണം? ദൈവത്തിന്റെ കോപം വെളിപ്പെടും. ആ കോപം വെളിപ്പെടുമ്പോൾ അതിൽ നിന്ന് എന്ത് വേണം? രക്ഷ വേണം. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് സുവിശേഷത്തിൽ എന്തുണ്ട്? വിശ്വസിക്കുന്ന ഏവർക്കും രക്ഷയ്ക്കായി അങ്ങനെ പറഞ്ഞിരിക്കുന്നല്ലേ. അപ്പൊ ആ രക്ഷ എന്തിനാ നിനക്ക് വേണ്ടെന്ന് ചോദിച്ചാൽ അതിന്റെ കാരണം പൗലോസ് ഇവിടെ പറയുന്നത്, അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. ദൈവത്തെക്കുറിച്ച് അറിയാവുന്നത് അവർക്ക് വെളിവായിരിക്കുന്നു, ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. അവന്റെ നിത്യശക്തിക്കും ദിവ്യത്വവുമായി അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവന്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന് തന്നെ. അപ്പൊ നോക്കിയേ, പൗലോസ് വളരെ സിമ്പിൾ ആയിട്ടാണ് പറഞ്ഞു തരുന്നത്. പൗലോസ് ഇങ്ങനെ എല്ലാം പറഞ്ഞു, ഞാൻ നിങ്ങളുടെ അടുത്ത് വരുന്നു, സുവിശേഷം പറയാനാണ് വരുന്നത്. അപ്പൊ ആരെങ്കിലും ചോദിക്കും, അപ്പൊ എന്നാ സുവിശേഷം എന്ന് ചോദിച്ചു. അപ്പൊ സുവിശേഷം എന്താണെന്ന് പറഞ്ഞു, സുവിശേഷത്തിൽ എന്തുണ്ടെന്ന് പറഞ്ഞു, എല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ട് അപ്പൊ ആരെങ്കിലും ചോദിക്കുക, അപ്പൊ എനിക്കെന്തിനാണ് ഇതിന്റെയൊക്കെ ആവശ്യം എന്ന് ഒരാൾ ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാം. പൗലോസ് എന്ത് ചെയ്യുക? സ്ഥാപിക്കുക. പൗലോസ് പറയുക, ദൈവം എന്ത് ചെയ്തു? ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വരും. അപ്പൊ സ്വാഭാവികമായിട്ട് ചോദിക്കും, ദൈവത്തിന് എന്തുണ്ടോ? ക്രോധം ഉണ്ടോ? അല്ലേ? നമ്മളെല്ലാം ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യും, നമ്മൾ പഠിപ്പിക്കുകയും എല്ലാം ചെയ്യുന്നത് ദൈവം സ്നേഹവാനാണ്, ദൈവം കരുണാമയനാണ്, കാരുണ്യവാനായ ദൈവമാണ്, അല്ലേ? മാത്രമല്ല നമ്മൾ പൗലോസ് ഇവിടെ പറഞ്ഞു തുടങ്ങുന്നതിന് എന്ത് പറഞ്ഞിട്ടാ? നീതിമാനായ ദൈവത്തെ പറ്റിയിട്ടാ. അപ്പൊ ഇവിടെ പറയാ ദൈവത്തിന് എന്തുണ്ട്? ക്രോധമുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ദൈവത്തിന്റെ ക്രോധം നീതിയിൽ നിന്നുണ്ടാകുന്ന എന്താണ്? ക്രോധമാണ്. ഇപ്പൊ മനുഷ്യന്റെ ക്രോധത്തെ ബൈബിള് അല്ലെങ്കിൽ ദൈവം അക്സെപ്റ്റ് ചെയ്യാത്തതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ക്രോധം അനീതിയിൽ നിന്നുണ്ടാകുന്നു. ഇപ്പൊ എനിക്ക് ഉദാഹരണം പറഞ്ഞാൽ സന്തോഷിച്ചാനോട് ഒരു ദേഷ്യം തോന്നുന്ന ഒരു ക്രോധം ഉണ്ടാകുന്നതിന് കാരണം എന്താ? എന്റെ ഹൃദയത്തിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരുപക്ഷെ ആ ആഗ്രഹത്തിനനുസരിച്ച് പ്രവർത്തിക്കാത്തതുകൊണ്ടുണ്ടാകുന്ന എന്താണ്? ക്രോധമാണ്. നമ്മുടെ ക്രോധം പലപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങളിൽ നിന്ന്, നമ്മുടെ അഹങ്കാരത്തിൽ നിന്ന്, നമ്മുടെ അസൂയയിൽ നിന്ന്, നമ്മുടെ കുശുമ്പിൽ നിന്ന് ഒക്കെ നമ്മുടെ ഇമോഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ക്രോധം ഉണ്ടാകുന്നത്. പക്ഷെ ദൈവത്തിന്റെ ക്രോധം എങ്ങനെയാ? അനീതി കാണിക്കുമ്പോൾ ദൈവത്തിന് എന്തുണ്ടാവും? ക്രോധം ഉണ്ടാവും. ബിക്കോസ് ദൈവം എന്താണ്? നീതിമാനായ ദൈവമാണ്. അപ്പൊ ദൈവത്തിന്റെ ക്രോധത്തിലും എന്തുണ്ട്? നീതിയുണ്ട്. ആ നീതി എന്താണ്? അനീതി സംഭവിക്കുന്നിടത്താണ് ദൈവത്തിന്റെ ക്രോധം ഉണ്ടാകുന്നത്. അപ്പൊ എങ്ങനെ മനുഷ്യൻ അനീതി ചെയ്തേന്ന് ചോദിച്ചാൽ വെറുതെ അങ്ങ് വിധിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ ഒരാളോട് പറയാ നമ്മൾ അനീതി ചെയ്തു എന്ന് പറഞ്ഞാൽ അടുത്ത ചോദ്യം എന്താ ചോദിക്കുന്നേ? അതിന് ഞാൻ എങ്ങനെ അനീതി ചെയ്തതെന്ന് ചോദിക്കും. ഇപ്പൊ പൗലോസ് പറയുകയാണ്, ദൈവം നോക്കി അവിടുത്തെ ആ വാക്യം, പൗലോസ് ആ പറഞ്ഞിരിക്കുന്ന വാക്ക് വളരെ ഇമ്പോർട്ടന്റ്. പൗലോസ് പറയുക, ദൈവത്തെക്കുറിച്ച് അറിയാവുന്നത് അവർക്ക് വെളിവായിരിക്കുന്നു. എന്നിട്ട് അടുത്ത് നോക്കിക്കേ, ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. അപ്പൊ നോക്കിയേ, ദൈവം സാക്ഷാൽ സൃഷ്ടാവായ ദൈവത്തെ സൃഷ്ടിയായ നമുക്ക് മനസ്സിലാക്കുന്നതിന് എന്തുണ്ട്? പരിമിതിയുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴും ഡോക്ട്രിൻ ഓഫ് ട്രിനിറ്റി നമുക്ക് പഠിക്കുന്നതിനൊക്കെ എന്തുണ്ട്? ഒരു പരിധി ഉണ്ടല്ലേ? ട്രിനിറ്റി ഒക്കെ വ്യക്തമായി ബൈബിൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ടെങ്കിലും പലപ്പോഴും ദൈവത്തിന്റെ ആഴത്തിൽ ഇറങ്ങി ചെന്ന് ദൈവത്തെ നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് എന്ത് ചെയ്യത്തില്ല. ദൈവത്തിന്റെ വെറും ഒരു സൃഷ്ടി മാത്രമാണ് ആര്? നമ്മള്. അപ്പൊ സൃഷ്ടാവിനെ ആ തലത്തിലൊക്കെ മനസ്സിലാക്കാൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന പൗലോസ് പറയുക, ദൈവം അവർക്ക് എന്താ? വെളിവാക്കിയല്ലോ എന്ന്. അപ്പൊ ദൈവം വെളിവാക്കുന്നത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ദൈവത്തെ പറ്റി മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ എല്ലാ മനുഷ്യന്മാർക്കും ദൈവത്തെ എന്ത് ചെയ്തിട്ടുണ്ട്? വെളിവാക്കിയിട്ടുണ്ട്. അതിന് ബിയോണ്ട് ആയിട്ട് ദൈവത്തിന്റെ മക്കൾക്ക് ദൈവം എന്ത് ചെയ്യുന്നുണ്ട്? ദൈവത്തെ വെളിവാക്കുന്നുണ്ട്. ആ പ്രിവിലേജ് കിട്ടിയവരാ നമ്മളല്ലേ. ഇപ്പൊ ദൈവത്തിന്റെ തൃത്വം എന്ന ദൈവത്തിന്റെ ബീയിങ് മനസ്സിലാക്കാൻ നമുക്ക് എന്ത് ചെയ്തു? ഭാഗ്യം കിട്ടി. പക്ഷെ ഒരു സാധാരണ ഒരാൾക്ക്, രക്ഷയുടെ സന്തോഷത്തിൽ വരാത്ത ഒരാൾക്ക് തൃത്വത്തിന്റെ ആഴം ഒരുപക്ഷെ എന്ത് ചെയ്യത്തില്ല? മനസ്സിലാകത്തില്ല. ഇപ്പൊ ദൈവത്തിന്റെ നീതി എന്ന ക്യാരക്ടർ നമുക്ക് പഠിക്കാൻ ദൈവം പറഞ്ഞു തന്നു.
പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് നീതിമാനായ ദൈവത്തെ ചിലപ്പോൾ എന്ത് ചെയ്യത്തില്ല, അറിയത്തില്ല. 99 വിട്ടിട്ട് ഒരെണ്ണത്തെ തേടി പോകുന്ന ദൈവത്തിന്റെ ക്യാരക്ടർ നമുക്കറിയാം, ദൈവത്തിന്റെ ആട്രിബ്യൂട്ട് നമുക്കറിയാം. പക്ഷെ പുറത്തുള്ള ഒരാൾക്ക് അതിനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല. അപ്പൊ എല്ലാവർക്കും തെളിവാണ്. ഇവിടെ സ്പെസിഫിക് റെവലേഷനെ പറ്റിയിട്ടല്ല പൗലോസ് പറയുന്നത്. പൗലോസ് ജനറലായിട്ട് എല്ലാവരോടും അഡ്രസ് ചെയ്തിട്ട് പറയുക, ലോകത്തുള്ള എല്ലാവർക്കും ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്, ദൈവത്തെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഏത് ലെവലിൽ അറിയണമെന്നും ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്, സെറ്റ് ചെയ്തിട്ടുണ്ട്. അതാ പൗലോസ് ഇവിടെ പറയുന്നത്, അദൃശ്യമായത് ദൈവം എന്ത് ചെയ്തു, ഏത് ലെവലിൽ വരെ അറിയണമെന്ന് ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്, തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം ദൈവത്തെക്കുറിച്ച് അറിയാവുന്ന അവർക്ക് തെളിവായിരിക്കുന്നു, ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. അവന്റെ നിത്യശക്തിക്കും ദിവ്യത്വവുമായി അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവന്റെ പ്രവർത്തികൾ അവർക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. അപ്പൊ നോക്കിയേ, ഈ എത്ര നിരീശ്വരവാദിയായിട്ടുള്ള ഒരാളാണെങ്കിലും ഇവരെല്ലാം പറയുന്ന ഒരു കാര്യമുണ്ട്, എന്തുണ്ട്, ഒരു എനർജി ഉണ്ട്, അല്ലേ? എത്ര നിരീശ്വരവാദിയോട് ഞാൻ സംസാരിച്ചാലും അവർ പറയും അവർ ദൈവത്തിലൊന്നും വിശ്വസിക്കുന്നില്ല, പക്ഷെ ഒരു എനർജി ഉണ്ട്. അവർ പറയുന്നത് ഇപ്പം ഭൂമിക്ക് തന്നെ ഗുരുത്വാകർഷണ ബലം, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലേ, അതിലാണ് എന്ത് ചെയ്യുന്നത്, ഭൂമി അതിന്റെ പൊസിഷനിൽ നിൽക്കുന്നത്. അപ്പൊ അവർ പറയുന്നത് അവരതിനെ ഒരു എനർജി എന്നാണ് വിളിക്കുന്നത്, അല്ലേ? എത്ര എന്താ പറയുന്നത്, ദൈവത്തിൽ വിശ്വസിക്കാത്ത ആൾക്കാരാണെങ്കിലും ഇവരെല്ലാം അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, ഈ പ്രപഞ്ചത്തിന് എന്തുണ്ട്, ഒരു ഓർഡർ ഉണ്ട്, അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഗാലക്സി എന്നൊക്കെ പറയുന്നത് നമ്മളായിരിക്കുന്ന പ്രപഞ്ചം എന്ന് പറയുന്നത് തന്നെ മൊത്തം കവർ ചെയ്യാൻ സയൻസ് പറയുന്നത് ഏതാണ്ട് 3 ലക്ഷം പ്രകാശ വർഷം എടുക്കും. 3 ലക്ഷം പ്രകാശ വർഷം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ചന്ദ്രനിപ്പാൻ എനിക്ക് എങ്ങാണ്ട് 8 മിനിറ്റ് അങ്ങനെ എങ്ങാണ്ടാണ് പ്രകാശ വർഷം. അപ്പം 3 ലക്ഷം പ്രകാശ വർഷം എടുത്ത് കവർ ചെയ്യുന്ന ഒരു ഇതിൽ ഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പം ചിലതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് സയൻസ് പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര മാസ്മരികമായിട്ട് തോന്നും, അല്ലേ? രണ്ടും തമ്മിൽ കൂട്ടിയിടിക്കാതെ ഇതിനൊക്കെ കൃത്യമായിട്ടൊരു പാത ഉണ്ടാക്കി വെച്ചിട്ട്, അപ്പം ലോജിക്ക് ചിന്തിക്കുമ്പം തന്നെ ഇതിനെയൊക്കെ അതാത് സ്ഥാനത്താക്കിയിരിക്കുന്ന ദൈവം ഒന്ന് വിളിച്ചില്ലെങ്കിൽ പോലും അവര് വിശ്വസിക്കുന്ന ഒരു എനർജി എന്തുണ്ട്, ഇതിനെ എല്ലാം എന്തുണ്ട് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ദൈവത്തിനെ വെളിവാക്കി കൊടുത്തിട്ടുണ്ട്, ഏത് ലെവല് വരെയുള്ള. അതാണ് പൗലോസ് ഇവിടെ പറയുന്നത്, ദൈവം അവർക്ക് എന്ത് ചെയ്തു, വെളിവാക്കി. അത് മാത്രമേ അവർക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അതിന് ബിയോണ്ട് മനസ്സിലാക്കാൻ ദൈവം നമ്മളോട് എന്ത് ചെയ്തു, നമ്മളോട് കരുണ കാണിച്ചത് കൊണ്ടാണ്, നമ്മളെ ദൈവമക്കളാക്കിയത് കൊണ്ടാണ് നമ്മുടെ അപ്പനെ നമുക്ക് കൂടുതലായി മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇവിടെ എല്ലാവർക്കും ദൈവം ആദ്യം മുതലേ, പ്രപഞ്ചത്തിന്റെ ആരംഭം തൊട്ടേ, ഇതൊരു ആക്ച്വലി ഒരു ഓക്സിമോറോണിക് സ്റ്റേറ്റ്മെന്റ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അദൃശ്യ ലക്ഷണം എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, വിസിബിൾ ആണല്ലേ? ലക്ഷണങ്ങൾ എന്താണ്, വിസിബിൾ ആണ്. പൗലോസ് പറയുക ദൈവം അദൃശ്യ ലക്ഷണങ്ങൾ എന്ന് പറയുക. എന്താണ് ഈ അദൃശ്യ ലക്ഷണം? നമ്മളിപ്പോ പറഞ്ഞ പോലെ പ്രപഞ്ചം നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റത്തില്ലെങ്കിലും എല്ലാവരും സമ്മതിക്കുന്ന പോലെ എന്തുണ്ട്, ഒരു എനർജി ഉണ്ട്, അതിനെ താങ്ങി നിർത്തുന്ന ഒരു എനർജി ഉണ്ട്. അപ്പൊ എല്ലാ മനുഷ്യന്റെ ഉള്ളിലും ഈ ഒരു ബോധം ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്. പ്രപഞ്ചത്തിലോട്ട് നോക്കിയാൽ തന്നെ ആളുകൾക്ക് അറിയാം എന്തോ ഇതിനെ താങ്ങി നിർത്തുന്ന, അല്ലെങ്കിൽ നമ്മൾ ബയോളജി പഠിക്കുമ്പോൾ നമ്മുടെ ഒരു സെല്ലെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലെ കോംപ്ലക്സ് ആയിട്ടുള്ള നേച്ചർ നോക്കിയാൽ, നമ്മളുടെ മനുഷ്യ ശരീരം വർക്ക് ചെയ്യുന്ന ആ പാറ്റേൺ നോക്കിയാൽ, അതിൻ്റെ കോംപ്ലക്സിറ്റി നോക്കിയാൽ, ഇതിനെയെല്ലാം ആക്സിഡന്റലി ഇത് ഉണ്ടാവുന്നതല്ലെന്നും വളരെ തോട്ട്ഫുള്ളായിട്ടുള്ള ഒരു ശില്പി ഇതിൻ്റെ പിന്നിലുണ്ടെന്നും വളരെ എവിഡന്റ് ആയിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന പോലാണ് ദൈവം എന്ത് ചെയ്തിരിക്കുന്നത്. മനുഷ്യന് അത്രയും വെളിപ്പാട് ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ദൈവം എന്ത് ചെയ്തു, അദൃശ്യ ലക്ഷണങ്ങളാൽ ദൈവം ഈ റെവലേഷൻ എല്ലാ മനുഷ്യനും എന്ത് ചെയ്തു, കൊടുത്തിട്ടുണ്ട്. ദൈവം എന്ത് ചെയ്ത് അവർക്ക് വെളിവാക്കി. എന്നിട്ട് പറയുക, അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവന്റെ പ്രവർത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന് തന്നെ. എന്തിനാണ് ദൈവം അങ്ങനെ കാണിച്ചു കൊടുത്തിരിക്കുന്നത്? ന്യായം വിധിക്കുന്ന നാളിൽ ഒരുത്തം പറയുക, ദൈവം എനിക്കറിയത്തില്ലായിരുന്നു, നീ ഉണ്ടോന്ന് പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് എങ്ങനെ പറയാൻ പറ്റുമോ? അവർക്ക് പ്രതിവാദം പറയാൻ പറ്റത്തില്ല. കാരണം എന്താ? ദൈവം അദൃശ്യ ലക്ഷണങ്ങളാൽ ഇതെല്ലാം ഉലക സ്ഥാപനം തൊട്ടേ ദൈവം എന്ത് ചെയ്തു, വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അപ്പം ഒരാൾ പോയിട്ട് പറയുക എനിക്ക് ദൈവം ഉണ്ടെന്ന് അറിയില്ലായിരുന്നു എന്ന് ബ്ലൈൻഡായിട്ട് പറയാൻ പറ്റത്തില്ല. കാരണം ലോജിക്കലി ഇതിന്റെയൊക്കെ പിന്നിൽ എന്തുണ്ടാവണം, ഒരു ശില്പി ഉണ്ടാവണോ എന്നുള്ള ഒരു സ്വാഭാവിക സെൻസ് എല്ലാവരുടെയും മനസ്സിൽ ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്, വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അപ്പൊ പൗലോസ് പറയുക, ഒരാൾ ചോദിക്കുക എനിക്ക് എന്തിനാ സുവിശേഷം, എനിക്കെന്തിനാ?
രക്ഷയ്ക്കായിട്ടുള്ള സുവിശേഷം എനിക്ക് എന്തിനാണെന്ന് ചോദിച്ചാൽ, നിനക്ക് എന്തിനാണ് രക്ഷയ്ക്കായിട്ടുള്ള സുവിശേഷത്തിന്റെ നീടെന്ന് പൗലോസ് പറഞ്ഞു വരിക? അത് പൗലോസ് ആദ്യത്തെ പടിയായിട്ട് പറഞ്ഞു തുടങ്ങുകയാണ്. എല്ലാവർക്കും എന്ത് ദൈവം കൊടുത്തിട്ടുണ്ട്? ഉലകത്തെ പറ്റിയിട്ടുള്ള ഒരു വെളിപ്പാട് ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്? എല്ലാവർക്കും വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. പ്രതിവാദം ഇല്ലാതിരിക്കേണ്ടതിന് അന്നേന്ന് പറയുന്നു. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായിപ്പോയി. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞു. നോക്കി, ഇവിടെ ഇനിയും നമ്മുടെ എവല്യൂഷന്റെ നേരെ ഓപ്പോസിറ്റ് ഡെവല്യൂഷൻ പൗലോസ് ഇവിടെ കാണിച്ചു തരിക. അപ്പൊ പൗലോസ് പറഞ്ഞു, ദൈവം ആദ്യം തൊട്ട് എന്ത് ചെയ്തു? ദൈവം എല്ലാരോടും ദൈവം ലിമിറ്റ് ചെയ്ത് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്ന വെളിപ്പാടുകൾ എന്ത് ചെയ്തു? എല്ലാവർക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പ്രപഞ്ചത്തിൽ നോക്കുന്ന എല്ലാവർക്കും അറിയാം ഈ പ്രപഞ്ചം ഓടുന്നത് ഒരു പാറ്റേണിലാണെന്നും അതിന്റെ പിന്നിൽ ഒരു ശക്തി ഉണ്ടെന്നും ആ ശക്തി ദൈവമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഇനി എത്ര ഏത്തീസ്റ്റ് ആണെങ്കിലും ഒരു എനർജി ഉണ്ടെന്നും വിശ്വസിക്കുന്നു. അപ്പൊ ആർക്കും ഇനി എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പ്രതിവാദം പറയാനില്ല. ഇങ്ങനെ വെളിപ്പെടുത്തി അവരെന്ത് ചെയ്തു? സ്വാഭാവികമായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്ന എന്താണ്? ഒരാൾക്ക് മനസ്സിലാവുക, ശരിയാണല്ലോ ഈ പ്രപഞ്ചം ഇങ്ങനെ ഇങ്ങനെ ഇതിനെല്ലാം ഇത്ര ഭംഗിയായിട്ട് ചമച്ച ഒരു സൃഷ്ടാവ് ഇതിന്റെ പിന്നിലില്ലേ എന്ന് ചിന്തിച്ച് സൃഷ്ടാവിനെ അന്വേഷിക്കുകയായിരുന്നു മനുഷ്യൻ എന്ത് ചെയ്യേണ്ടത്. പക്ഷെ അവരെന്താ ചെയ്തത്? അപ്പൊ നോക്കിയേ, എവല്യൂഷന് പകരം നേരെ താപ്പോട്ടാണ് പോയത്. അവരെന്താ ശരിക്കും ചെയ്യേണ്ടിയിരുന്നത്? ഇത് കണ്ടിട്ട് ശരിയാണല്ലോ, ഇതിന്റെ പിന്നിൽ അപ്പോൾ ഒരു എനർജി ഉണ്ട്. ആരാണ് ആ എനർജി? എന്താണ് ആ എനർജി എന്ന് ആ സൃഷ്ടാവിനെ അന്വേഷിക്കുന്നതിന് പകരം അവരെന്ത് ചെയ്തു? അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്തു മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അപ്പം നമ്മളും നോക്കി ചെയ്യേണ്ട എന്താണ്? ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന എന്താണ്? ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയും നന്ദി കാണിക്കുകയും ചെയ്യുക. ഇതാണ് ആരാധന. ദൈവത്തെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയും നന്ദി കാണിക്കുകയും ചെയ്യുന്നതാണ് എന്ത്? ദൈവസന്നിധി പ്രസാദമായിട്ടുള്ള ആരാധന എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മഹത്വം കൊടുക്കുക, ദൈവമെന്നോർത്ത് എന്ത് ചെയ്യുക? മഹത്വം കൊടുക്കുക. പക്ഷെ ഇവരത് ചെയ്തില്ല. ഇവർ പകരം എന്തുവാ ചെയ്തത്? ഇവരിത് ചെയ്യാതെ എക്സാക്ട്ലി അവർ വ്യർത്ഥമായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം എന്ത് ചെയ്തു? ഇരുണ്ടുപോയി. ഇവഞ്ച്വലി ഇതാ സംഭവിക്കുന്നത്. ദൈവത്തിന്റെ വെളിപ്പാടുകൾ നമ്മുടെ ഹൃദയത്തിൽ തരുമ്പോൾ നമ്മൾ അതിനെ റിസീവ് ചെയ്യാതെ നമ്മൾ അതിനെ സ്വീകരിച്ച് ദൈവമെന്നോർത്ത് മഹത്വീകരിക്കാതിരുന്നാൽ എന്ത് ചെയ്യും? ഇരുണ്ടു പോകുന്ന എന്തുകൊണ്ടാണ്? ദൈവം വെളിച്ചമാകുന്നു. ആ ദൈവത്തെ നമ്മൾ സ്വീകരിച്ചില്ലെങ്കിൽ ദൈവമില്ലാത്ത അവസ്ഥ എന്താ? വെളിച്ചമില്ലാത്ത അവസ്ഥ എന്താണ്? ഇരുളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ദൈവത്തെ നമ്മുടെ ഉള്ളിലേക്ക് സ്വീകരിച്ചില്ലെങ്കിൽ, നമ്മൾ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ, ദൈവം നമ്മളിൽ കുറയുന്തോറും സംഭവിക്കുന്ന എന്താ? വെളിച്ചം കുറയുകയും ഇരുള് കൂടുകയും ചെയ്യും. ഇത് ഇവഞ്ച്വലി സംഭവിച്ചു. ഇത് തന്നെയാണ് എന്ത് സംഭവിച്ചത്? ഉൽപ്പത്തിയിൽ സംഭവിച്ചത്. ആഴത്തിന് മീതെ എന്തുണ്ടായിരുന്നു? ഇരുളുണ്ടായിരുന്നു. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോഴാണ് എന്ത് ചെയ്തത്? അതിനു മുമ്പ് ദൈവത്തിന്റെ പ്രസൻസ്, ദൈവത്തിന്റെ ആത്മാവ് ആണ് ഭൂമി എന്ത് ചെയ്തുകൊണ്ട് പൊതിഞ്ഞ് പിടിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇവിടെ നോക്കി, ഇവര് ദൈവത്തെ ഓർത്ത് ദൈവം ഇതൊക്കെ വെളിപ്പെടുത്തി കൊടുത്തു. ദൈവം ഇത്രയും വലിയ റെവലേഷൻ ചിന്തിക്കാനുള്ള ബുദ്ധി മനുഷ്യന് കൊടുത്തിട്ട് എക്സ്പെക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ സംഭവിക്കേണ്ടത് എന്താണ്? ഇത് വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ മനുഷ്യൻ ശരിയാണല്ലോ, ഇതിന്റെ പിന്നിൽ ഇതിനെ ഇങ്ങനെ താങ്ങി നിർത്തുന്ന ഒരു ശക്തി ഉണ്ടല്ലോ, ആരാണ് ആ ശക്തി എന്ന് അന്വേഷിക്കുകയും അത് മനസ്സിലാക്കി ആ ദൈവത്തെ മനസ്സിലാക്കി ദൈവത്തിന് മഹത്വം കൊടുക്കുകയും ചെയ്യുന്നതിന് പകരം അവര് നേരെ എന്ത് ചെയ്തു? ചെയ്യാതെ നിരൂപണങ്ങൾ വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. കാരണം അവർ ദൈവത്തെ മനസ്സിലാക്കിയില്ല. ലൈറ്റിനെ മനസ്സിലാക്കാത്തത് കൊണ്ട് തന്നെ ദൈവം എന്ത് ചെയ്തു? മാറി അവരുടെ ഹൃദയം ഇരുണ്ടുപോയി. ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായിപ്പോയി. ഈ പൊതുവേ ദൈവം ഇല്ലാന്ന് അതും സങ്കീർത്തനങ്ങളിലും പറയുന്നുണ്ടല്ലോ, ദൈവം ഇല്ലാന്ന് ആരാ പറയുന്നത്? മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. ഇപ്പോഴും നോക്കിയേ, സമൂഹത്തിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഏത്തീസ്റ്റ് ഗ്രൂപ്പുകളൊക്കെ നോക്കുവാണെങ്കിൽ അവർ ഭയങ്കര ജ്ഞാനികളാണ്, പണ്ഡിതന്മാരാണ്,
എന്നാണ് പൊതുവേ ഉള്ള. ഏത്തീസ്റ്റ് എന്ന് പറഞ്ഞാലേ എന്തോ വലിയ ടീമാണെന്നൊരു ധാരണ നമ്മുടെ പിള്ളേർ സെറ്റപ്പിന്റെ ഒക്കെ ഇടയ്ക്കുണ്ടല്ലേ. അവരെന്തോ വലിയ ആൾക്കാരാണ്. ഒത്തിരി പ്രൊഫസർമാരൊക്കെ ഇതിനു വേണ്ടിയിട്ടൊക്കെ മുന്നിൽ നിൽക്കുന്നുണ്ടല്ലേ. അവരെ തന്നെ ആ സോ കോൾഡ് ഭയങ്കര ജ്ഞാനികളെന്നുള്ള രീതിയിലാണ് അവർ പ്രസന്റ് ചെയ്യുന്നത്. ഞങ്ങളെന്തോ ഭയങ്കര സംഭവമാണ്, ഞങ്ങളാണ് സയൻസിന്റെ മറ്റേ എന്താ പറയണ്ടേ, ഇതിന്റെ ഒക്കെ ഓവറോൾ ഹോൾസെയിൽ ടീംസും നമ്മളാണെന്നുള്ള രീതിയിലാണ്. പക്ഷെ ഇവിടെ നോക്കി പൗലോസ് പറയുക, ഇവര് ജ്ഞാനികളെന്ന് പറയുന്നുണ്ട്, പക്ഷെ ഇവരെന്താണ്? മൂഢരായിപ്പോയി. അപ്പം സാക്ഷാൽ സംഭവിക്കേണ്ടതിന് നേരെ ഓപ്പോസിറ്റ് സംഭവിച്ചു. അവര് മൂഢരായിപ്പോയി. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞു. അപ്പം നോക്കിയേ, സാക്ഷാൽ ദൈവം മനുഷ്യന്റെ ഹൃദയത്തിൽ എന്ത് കൊടുത്തു? ഒരു വിവേകം കൊടുത്തു. എന്ത് മനസ്സിലാക്കാൻ? ദൈവത്തെ മനസ്സിലാക്കാൻ അവൻ എന്ത് ചെയ്തു? ഒരു അവസരം കൊടുത്തു. സകലത്തിന്റെയും പിന്നിൽ ദൈവത്തിന്റെ ആ അദൃശ്യമായ ലക്ഷണങ്ങൾ ദൈവം വെളിവാക്കി കൊടുത്തു. അതുപോലും ദൈവത്തിന്റെ കരുണയായിരുന്നു അല്ലേ. മനുഷ്യനോട് ചെയ്ത ദൈവത്തിന്റെ കരുണയായിരുന്നു അദൃശ്യമായ ദൈവത്തിന്റെ ലക്ഷണങ്ങളെ വെളിവാക്കി തന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അദൃശ്യ ലക്ഷണങ്ങളെ കണ്ട് മനുഷ്യൻ ഇതിന്റെ പിന്നിൽ ഉള്ള സൃഷ്ടാവ് ആരാണെന്ന് അന്വേഷിക്കുന്നതിന് പകരം അവര് സൃഷ്ടിയെ എന്ത് ചെയ്തു? അവര് സൃഷ്ടാവിനേക്കാൾ എന്ത് ചെയ്തു? സൃഷ്ടിയെ ഭജിച്ചു. അവര് ദൈവത്തിന്റെ സൃഷ്ടിയായിട്ടുള്ള നാൽക്കാലി, ഇഴജന്തു, ഇതിനെയൊക്കെ അവരെന്ത് ചെയ്തു? ഇവിടെ അവരുടെ ഓർഡർ പറഞ്ഞിട്ടുണ്ടല്ലേ, മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞു. നോക്കി, എന്തൊരു അധപ്പതനമാണല്ലേ അത്. സാക്ഷാൽ ദൈവം കണ്ണു തുറപ്പിച്ചിട്ട് ദൈവം മനുഷ്യനൊരു റെവലേഷൻ കൊടുത്തപ്പം മനുഷ്യൻ അത് മനസ്സിലാക്കി ദൈവത്തിനെ ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി പറയുകയോ ചെയ്യാതെ പകരം സൃഷ്ടിക്കുള്ളിൽ നിന്നുള്ള അക്ഷയനായ ദൈവത്തിനെ ദൈവമാണെന്ന് പറഞ്ഞിട്ട് ഇവര് സാമ്യമാക്കി കാണിച്ചത് എന്താണ്? ക്ഷയമുള്ള സൃഷ്ടികളായിട്ടുള്ള മനുഷ്യന്, പക്ഷിയെ, ഇഴജന്തുവിനെയൊക്കെ എടുത്തു വെച്ചിട്ട് ഇവർ അതാണ് ദൈവമെന്ന് പറഞ്ഞു. അപ്പൊ നോക്കി, എന്തോരം ഡീഗ്രേഡിങ് ആണ് അവിടെ സംഭവിച്ചത് അല്ലേ. മനുഷ്യന് ദൈവം കൊടുത്ത റെവലേഷനിൽ ആക്ച്വലി സംഭവിക്കേണ്ടിയിരുന്ന ഒരു നന്മയെ ആബ്സല്യൂട്ട് തിന്മയായി ഭവിച്ചുപോയി. അപ്പം മനുഷ്യൻ എന്ത് പറ്റി? ഇതൊക്കെ പൗലോസ് ഇവിടെ പറയുന്നത് എന്തിനാണ്? ആർക്കും പ്രതിവാദം ഇല്ലാതിരിക്കേണ്ടതിനാണ്. ഇപ്പൊ ഒരുത്തം വന്നിട്ട് പറയുക, അതിപ്പോ ഞാന് മറ്റേ എന്താ പക്ഷിയെയും മനുഷ്യനെയും ഒക്കെ ദൈവമായിട്ടാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ആരാധിച്ചപ്പോൾ, അല്ലെ ഞാൻ അവിടെ പോയപ്പോൾ എനിക്ക് അറിയത്തില്ലായിരുന്നു മറ്റൊരു ദൈവം ഉണ്ടെന്ന് പറയുമ്പോൾ അവന് പ്രതിവാദം പറയാൻ പറ്റുമോ? ഇല്ല. കാരണം ഉലകത്തിന്റെ ആരംഭം തൊട്ടേ അദൃശ്യ ലക്ഷണങ്ങളാൽ ദൈവം എന്ത് ചെയ്തു? സ്വാഭാവികമായിട്ട് ചിന്തിച്ചു നോക്കിയേ, എപ്പോഴും സൃഷ്ടാവ് സൃഷ്ടിയേക്കാൾ എന്തായിരിക്കും? മുകളിലായിരിക്കും അല്ലെ. ഇപ്പൊ മനുഷ്യരുണ്ടാക്കുന്ന സൃഷ്ടികളെല്ലാം, ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലും അതിന്റെ പിന്നിൽ മനുഷ്യൻ കോഡ് ചെയ്ത് മനുഷ്യൻ വെച്ചിരിക്കുന്നത്. അപ്പൊ എപ്പോഴും സൃഷ്ടാവാണ് സൃഷ്ടിയെക്കാട്ടിൽ എന്ത് ചെയ്യുന്നത്? ഒരു പടി മുന്നിൽ നിൽക്കുന്നത്. സൃഷ്ടാവാണ് സൃഷ്ടിയെ കൺട്രോൾ ചെയ്യുന്നത്. ആ ഒരു കോമൺ ലോജിക്ക് പോലും ഒരു പക്ഷെ പലപ്പോഴും ഇതുപോലത്തെ സെറ്റപ്പിൽ പക്ഷിയും മൃഗജാതിയും ഒക്കെ കൊണ്ടുവച്ചിട്ട് സൃഷ്ടാവാണെന്ന് പറഞ്ഞ് ആരാധിക്കുമ്പോൾ ആ ഒരു കോമൺ ലോജിക്ക് പോലും മനുഷ്യൻ എന്ത് ചെയ്യുന്നില്ല? അപ്ലൈ ചെയ്യുന്നില്ല. ഇപ്പൊ ഞാനൊരു കുതിരയെ കൊണ്ട് നിർത്തിയിട്ട് ഈ കുതിര ദൈവമാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ കുതിരയ്ക്ക് ഒരു സൃഷ്ടാവ് ഉണ്ടല്ലോ എന്ന് ചിന്തിക്കാനുള്ള ബുദ്ധി ദൈവം എനിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? തന്നിട്ടുണ്ട്. അപ്പൊ ഈ കുതിരയെ ഉണ്ടാക്കിയതാരാ? ഇതിനൊരു സൃഷ്ടാവില്ലേ? ഇത് എല്ലാ മനുഷ്യന്മാർക്കും ചിന്തിക്കാനുള്ള വിവേകം ദൈവം എന്ത് ചെയ്തു? വെളിപ്പെടുത്തി കൊടുത്തു. പക്ഷെ എന്നിട്ടും അവരെന്ത് ചെയ്തു? അത് മനസ്സിലാക്കി യഥാർത്ഥ ദൈവത്തെ കണ്ടെത്തി അവനെ ദൈവം എന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്തില്ല. അപ്പൊ ഇനി അതിന്റെ കോൺസിക്വൻസ് ആണ് പൗലോസ് താഴോട്ട് പറയുന്നത്. പൗലോസ് പറയുക, അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ തമ്മിൽ അവമാനിക്കേണ്ടതിന് അശുദ്ധിയിൽ ഏൽപ്പിച്ചു. ദൈവത്തിന്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു. സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ച് ആരാധിച്ചു. നോക്കിക്കേ, അവരെന്താ ചെയ്തേ? ഇതൊക്കെ ചെയ്തപ്പം ദൈവം എന്ത് ചെയ്തു? അവര് ഒരു പർപ്പസിൽ ദൈവം മനുഷ്യന് വിവേകം കൊടുത്തു. ആ വിവേകത്തിൽ നിന്ന് സ്വാഭാവികമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താ? ആ വിവേകം യൂസ് ചെയ്തിട്ട്, ആ റെവലേഷൻ യൂസ് ചെയ്തിട്ട് അവർ സൃഷ്ടാവിനെ കണ്ടെത്തി, ഈ ദൈവം നമ്മളുടെ സൃഷ്ടാവാണല്ലോ എന്ന് ഓർത്ത് മഹത്വീകരിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നതിന് പകരം അവരത് ചെയ്യാതിരുന്നത് കൊണ്ട് ദൈവം അവരെ അവരുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ തമ്മിൽ
അവമാനിക്കേണ്ടതിന് അശുദ്ധിയിൽ ഏൽപ്പിച്ചു. അപ്പൊ നോക്കിയേ, ഇവഞ്ച്വലി നമ്മളും ഇത് തന്നെ. ദൈവം നമുക്ക് ചില റെവലേഷൻസ് തരുമ്പോൾ നമ്മൾ അതിനെ മനസ്സിലാക്കാതെ, നമ്മൾ അതിനെ സ്വീകരിക്കാതെ, തൊട്ടടുത്ത വാക്യം അത് വ്യക്തമാക്കി പറയുന്നുണ്ട്. ദൈവത്തിന്റെ സത്യം അവർ എന്ത് ചെയ്തു? വ്യാജമാക്കി കളഞ്ഞു. പലപ്പോഴും ദൈവം നമുക്ക് സത്യം പറഞ്ഞു തരുമ്പം, സത്യം ഇതാണെന്ന് കാണിച്ചു തരുമ്പം, നമ്മള് മേളത്തെ സാധനം എന്തായിരുന്നു? മനുഷ്യന് ദൈവം ആ റെവലേഷൻ കൊടുത്തത് സൃഷ്ടാവിനെ കണ്ടെത്തുകയും മഹത്വീകരിക്കുകയും ചെയ്യേണ്ടതിനാണ്. പക്ഷെ അവര് നേരെ ഉൾട്ട ഓപ്പോസിറ്റ് കാണിച്ചു വെച്ചു. പലപ്പോഴും നമ്മളും ഇതുപോലെ ദൈവം പല സത്യങ്ങളും നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് എന്തിനാണ്? നമ്മളത് മനസ്സിലാക്കുകയും ദൈവത്തിന് മഹത്വം കൊടുക്കുകയും ചെയ്യാനാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ എന്താ ചെയ്യുന്നത്? നേരെ ഓപ്പോസിറ്റാ ചെയ്യുന്നത്. എത്ര സത്യങ്ങൾ അറിഞ്ഞിട്ടും ഇപ്പൊ പലരും ഞാൻ കണ്ടിട്ടുണ്ട്, പല സത്യങ്ങൾ അതാണ് സത്യമെന്ന് അറിഞ്ഞാലും they don't take an action. ഓക്കെ, അതും ഓക്കെ ആണ്, നമുക്ക് ഇവിടെ ഇങ്ങനെ നിൽക്കാം എന്ന് പറയുന്നതിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ പലപ്പോഴും പലരോട് ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ചോദിക്കും, അവിടെ അങ്ങനല്ലല്ലോ ദൈവവചനം പറയുന്നത്, ഇങ്ങനല്ലേ എന്ന് പറയുമ്പോൾ അവർക്ക് അതിനുള്ള വെളിപ്പാടെ കിട്ടിയിട്ടുള്ളൂ, അവരങ്ങനെ നിൽക്കട്ടെ. അങ്ങനെ ഒരു പുത്തുവരുത്തം ഇല്ല. സത്യം അറിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സത്യം അറിഞ്ഞാൽ സത്യത്തോട് റെസ്പോണ്ട് ചെയ്യുകയാണ്. അപ്പൊ നമ്മൾ ഇതിനെ മാറ്റി വെക്കുന്തോറും എന്താ സംഭവിക്കുന്നേ? വെളിച്ചം നമ്മിൽ നിന്ന് ഇല്ലാതാവുകയും, വെളിച്ചം ഇല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്ന ഇരുള് നമ്മൾ എന്ത് ചെയ്യുക? നിറയുകയും ചെയ്യുക. അപ്പം ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്ന സത്യങ്ങളോട് നമ്മൾ എന്ത് ചെയ്യണം? റെസ്പോണ്ട് ചെയ്യണം. മേളിൽ പറഞ്ഞിരിക്കുകയാണ്, ദൈവം വെളിപ്പെടുത്തി കൊടുത്തവർക്ക് ദൈവം എക്സ്പെക്ട് ചെയ്യുന്നത് ദൈവത്തിനെ അവർ കണ്ടെത്തിയിട്ട് സൃഷ്ടാവെന്നോർത്ത് നന്ദി പറയുകയും മഹത്വീകരിക്കുകയും ചെയ്യേണ്ടതിന് പകരം അവർ സൃഷ്ടിയെ തന്നെ പിടിച്ചിട്ട് ഇതായിരിക്കും സൃഷ്ടാവെന്ന് പറഞ്ഞിട്ട് ദൈവമാണെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? ആരാധിച്ച് അവര് ഏറ്റവും വലിയ അധപ്പതനത്തിലേക്ക് എന്ത് ചെയ്തു? കൂപ്പുകുത്തി. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? അവരെ വിട്ടുകളഞ്ഞു. ദൈവം അവരെ അവമാന രാഗങ്ങൾ എന്ത് ചെയ്തു? ഏൽപ്പിച്ചു. അവരെ ഹൃദയങ്ങളുടെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ അവമാനിക്കേണ്ടതിന് അശുദ്ധിയിൽ ഏൽപ്പിച്ചു. അപ്പൊ ദൈവം ഇത് ഏൽപ്പിക്കുന്നതിന് മുമ്പേ അവരുടെ ഹൃദയത്തിലെ മോഹം എന്തായിരുന്നു? അവരുടെ ഹൃദയത്തിലെ മോഹമാണ് ദൈവം എന്ത് ചെയ്തേ? ലെറ്റ് ഇറ്റ് ബി എന്ന് പറഞ്ഞു. നമ്മൾ ബൈബിളിലൂടെ ഉടനീളം പഠിക്കുമ്പോൾ നമുക്ക് ഈ സാധനം കാണാൻ പറ്റും. ദൈവം അവരെ എന്ത് ചെയ്തു? അവരുടെ മോഹത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. ദൈവത്തിന്റെ ഒരു ശിക്ഷ പോലെയാണ് ബൈബിൾ അതിനെ പ്രസന്റ് ചെയ്യുന്നത്. ദൈവം എന്ത് ചെയ്തു? അതിനെ മോഹത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എപ്പോഴും ദൈവത്തിന്റെ ഒരു പ്രൊട്ടക്ഷൻ ആർക്കുണ്ട്? ദൈവമക്കൾക്ക് ഉണ്ട്. ദൈവത്തിന്റെ കരുതൽ നമുക്ക് ഉണ്ട്. ഇപ്പം രാജുവച്ചൻ എന്ന് പറഞ്ഞ പോലെ ദൈവം നമ്മുടെ അപ്പനാണ്. അപ്പൊ ദൈവം നമ്മുടെ അപ്പനായതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് ദൈവം നമുക്ക് വേണ്ടി എന്ത് ചെയ്യത്തുള്ളൂ. ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം. എൻ്റെ ആഗ്രഹം അടുത്ത വർഷം ഇവിടുന്ന് അമേരിക്കയിൽ പോയിട്ട് അവിടുത്തെ ഇലക്ഷന് മത്സരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഓക്കെ, വലിയ മോശമില്ലാത്ത പ്ലാനാണ് അല്ലേ? ഇതാണ് എൻ്റെ ആഗ്രഹം. അപ്പൊ ഞാൻ ദൈവത്തിന്റെ സന്നിധി ചെന്നിട്ട് എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുക, ദൈവമേ എനിക്ക് എന്ത് വേണം അടുത്ത വർഷം? അതെന്താണ്? എൻ്റെ മോഹമാണത്. ഓക്കെ, ഞാൻ പ്രാർത്ഥിക്കുക, എനിക്ക് എന്ത് വേണം? അടുത്ത വർഷം അമേരിക്കയിൽ പോകണം, അവിടെ പ്രസിഡൻഷ്യൽ ഇലക്ഷന് മത്സരിക്കണം, നീ എന്നെ പ്രസിഡന്റ് ആക്കണം എന്ന് പ്രാർത്ഥിക്കുക. അപ്പം ഇതിനകത്ത് തെറ്റൊന്നുമില്ല. അമേരിക്കയിൽ ഒരു ഡെമോക്രസി പോയിട്ട് മത്സരിക്കുന്ന, പൊളിറ്റിക്കലി മത്സരിക്കുന്ന എന്താ ദൈവഹിതത്തിന് എതിരായിട്ടുള്ള കാര്യമൊന്നുമല്ല, ഒരു മോഹമാണ് എൻ്റെ. പക്ഷെ ദൈവം സർവജ്ഞാനി ആയതുകൊണ്ടും ദൈവത്തിന് പാസ്റ്റ് എറ്റേണിറ്റിയിൽ നിന്നുകൊണ്ട് ഫ്യൂച്ചർ എറ്റേണിറ്റി കാണാൻ കഴിയുന്നത് കൊണ്ടും ദൈവത്തിന് അറിയാൻ, ഞാനിപ്പം അമേരിക്ക അടുത്ത വർഷം അതിനുവേണ്ടി മൂവ് ചെയ്യുകയാണെങ്കിൽ അവിടെ ചെന്നിട്ട് എൻ്റെ എന്താ പറയേണ്ടത്, എനിക്ക് വേറൊരു പ്രശ്നം വന്നു, അല്ല തെറ്റായിട്ടൊരു കൂട്ടുകെട്ടി ചെന്നു, ഞാൻ അവിടെ പോയാൽ എൻ്റെ ലൈഫ് നിത്യതയെ എനിക്ക് നഷ്ടപ്പെട്ടു പോകുന്ന പോലത്തെ ഒരു സിനാരിയോയിൽ പോവാം. ദൈവം എനിക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത് വേറൊരു പ്ലാനാണെന്ന് വിചാരിക്കുക. പക്ഷെ ഞാൻ എൻ്റെ മോഹം വെച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുക, 41 ഇരുന്നു, 51 ഇരുന്നു, 61 ഇരുന്നു, ഞാൻ ഇങ്ങനെ പറയുക കാരണം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് ഫ്യൂച്ചർ കാണാൻ പറ്റത്തില്ല. അപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ? എനിക്കറിയാം എൻ്റെ അപ്പൻ എന്താണ് ഏറ്റവും ബെസ്റ്റ് എനിക്ക് തരത്തുള്ളൂ. അപ്പം വിശ്വാസത്തിന്റെ അനുസരണം എന്താ? ദൈവസന്നിധി ചെന്നിട്ട് പറയുക, ദൈവം എനിക്ക് ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്, ഇഫ് ഇറ്റ് ഈസ് യുവർ വിൽ ലെറ്റ് ഇറ്റ് ഹാപ്പൻ, അതർവൈസ് ഐ നോ നീ എപ്പോഴും എനിക്ക് വേണ്ടി ബെസ്റ്റ് ചെയ്യത്തുള്ളൂ, അത് എന്താണെങ്കിലും ഞാൻ സ്വീകരിക്കാം. ഇതാണ് ക്രിസ്ത്യൻ ആറ്റിറ്റ്യൂഡ്. പക്ഷെ നമ്മൾ ഇത് ഇങ്ങനെ മോഹത്തിന് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ച് അവസാനം നമ്മൾ ഇതിനെ വിട്ടുകൊടുക്കാതിരിക്കുമ്പോൾ ദൈവം എന്ത് ചെയ്യുന്ന അറിയാമോ? ഒരു ദിവസം ആ മോഹത്തിനെ അന്വേഷിക്കും, നീ പോന്ന് പറഞ്ഞ് എന്നെ അങ്ങോട്ട് തള്ളിവിടും. അത് തന്നെ, അങ്ങോട്ട് തള്ളിവിടും. അപ്പൊ നമ്മൾ എന്ത് പറയും? ആ ആഴ്ച നമ്മൾ സാക്ഷ്യം പറയും, അനേകം നാളുകളായിട്ട് ശത്രു തടഞ്ഞു വെച്ചോണ്ടിരുന്നതിനെ ഈ ആഴ്ച വിടുതൽ കിട്ടി, എനിക്ക് വിസ കിട്ടി, ഞാൻ
അമേരിക്കയ്ക്ക് പോവാണെന്ന് പറയും സന്തോഷിന്റെ വണ്ടി എന്ന് നമ്മൾ കാര്യം പറയും. അപ്പൊ നോക്കിയ പലപ്പോഴും നമ്മൾ ഓവറായിട്ട് ചില മോഹങ്ങൾക്ക് വേണ്ടി നിന്നാൽ ചിലപ്പം ദൈവം ലെറ്റ് ഇറ്റ് ഗോ എന്ന് പറയാം, അല്ലെ അത് നീ അങ്ങോട്ട് പോകുന്നു പറയുന്നത് എന്താണ്? ദൈവിക അനുഗ്രഹങ്ങളല്ല, ദൈവിക ശിക്ഷയാണ്. അപ്പം ഇവിടെയും അവരവരുടെ ഹൃദയം കൊണ്ട് അവർ മോഹിച്ചത് എന്താണ്? അവർ തമ്മിൽ അവരുടെ ശരീരത്തെ അപമാനിച്ച് കളയുന്നത് അവർ ഭയങ്കരമായിട്ട്. ദൈവം അവരെ ഒരു ലെവൽ വരെ എന്ത് ചെയ്തു? അവർക്ക് പല റെവലേഷൻസ് കൊടുത്തു. പക്ഷെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അവരിതൊക്കെ നശിപ്പിച്ച് അവർ സൃഷ്ടിയെ തന്നെ സൃഷ്ടാവിനേക്കാൾ കൂടുതൽ പഠിച്ചപ്പം ദൈവം എന്ത് ചെയ്തു? അവരുടെ മോഹങ്ങളിലേക്ക് അവരെ വിട്ടുകൊടുത്തു. അപ്പൊ അതുകൊണ്ട് എപ്പോഴും മോഹങ്ങൾ നമുക്ക് കിട്ടുന്നത് ഒരു ഗ്രേറ്റ് തിങ് ആയിട്ട് എന്ത് ചെയ്യരുത്, കാണരുത്. മോഹങ്ങൾക്കുപരി നമ്മുടെ സൃഷ്ടാവിന് നമ്മളെ പറ്റി ഒരു പ്ലാൻ ഉണ്ടെന്നുള്ളതും ആ പ്ലാനിന് വിധേയപ്പെടുകയും ചെയ്യുന്നതാണ് ഇത്. യെസ്, സത്യം അറിയുകയും ആ സത്യത്തിന് വേണ്ടി നമ്മളെ ഓപ്പൺ ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നതാണ്. അപ്പം അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ അവമാനിക്കേണ്ടതിന് അശുദ്ധിയിലേൽപ്പിച്ചു. ദൈവത്തിന്റെ സത്യം അവർ എന്ത് ചെയ്തു? വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു. സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ച് ആരാധിച്ചു. അപ്പം ദൈവം അവരെ എന്ത് ചെയ്തു? ശിക്ഷിച്ചു. അപ്പം പൗലോസ് അവിടെ എടുത്തു പറയുക, ആ ദൈവം എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ആമേൻ. നോക്കിക്കേ, ഒരു പൗലോസ് ഒരു വലിയൊരു ഐഡിയ പറഞ്ഞ് എന്ത് ചെയ്തു? സ്ഥാപിച്ചു. അപ്പം ആദ്യത്തെ ചോദ്യം ഒരാൾ ചോദിക്കുക, അപ്പോൾ എനിക്കെന്തിനാണ് സുവിശേഷം കേട്ടിട്ട് രക്ഷ പ്രാപിക്കേണ്ട ആവശ്യമെന്ന് ചോദിച്ചാൽ പൗലോസ് പറയുക, എന്താണ് മനുഷ്യരാശിക്ക് മൊത്തം ഇതിൻ്റെ ഒരു ആവശ്യമുണ്ടെന്നുള്ളൊരു തലത്തിൽ പൗലോസ് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ഉലകത്തിന്റെ ആരംഭം മുതലേ ദൈവത്തിന്റെ അദൃശ്യ ലക്ഷണങ്ങളിൽ കൂടി ദൈവത്തെ അവർക്ക് മനുഷ്യന് വെളിപ്പെടുത്തി കൊടുത്തു. പക്ഷെ മനുഷ്യൻ എന്ത് ചെയ്തു? അത് മനസ്സിലാക്കി അതിനോട് പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്ത് ദൈവത്തെ മനസ്സിലാക്കുകയും മഹത്വീകരിക്കുകയും ചെയ്യുന്നതിന് പകരം അവർ സൃഷ്ടിച്ചവനേക്കാൾ മുകളിൽ സൃഷ്ടിയെ ഭജിച്ചു. അതുകൊണ്ട് ദൈവം അവരെ അവരുടെ മോഹങ്ങളിലേക്ക്, അവരുടെ അശുദ്ധിയുടെ അപമാന രാഗങ്ങളിലേക്ക് വിട്ടുകൊടുത്തു. അപ്പൊ ഈ ദൈവം എന്താണ്? ഈ ദൈവം ഇത് ചെയ്തത് അനീതിയല്ല, ഈ ദൈവം ചെയ്തത് നീതിയാണ്. അതുകൊണ്ട് ഈ ദൈവം വാഴ്ത്തപ്പെട്ടവനാണ് എന്ന് പൗലോസ് പറഞ്ഞ് അവിടെ സ്ഥാപിക്കുക. ജസ്റ്റ് നമുക്ക് അടുത്ത 2 വാക്യം കൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം. അതുകൊണ്ട് ദൈവം അവരെ അപമാന രാഗങ്ങളിൽ ഏൽപ്പിച്ചു. അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ഭോഗത്തെ സ്വഭാവ വിരുദ്ധമാക്കി കളഞ്ഞു. അവണ്ണം പുരുഷന്മാരും സ്വാഭാവിക സ്ത്രീഭോഗം വിട്ട് അന്യോന്യം കാമം ജലിച്ച് ആണോട് ആൺ അവലക്ഷണമായത് പ്രവർത്തിച്ചു. ഇങ്ങനെ അവർ തങ്ങളുടെ വിഭ്രമത്തിന് യോഗ്യമായ പ്രതിഫലം തങ്ങളിൽ തന്നെ പ്രാപിച്ചു. അപ്പൊ നോക്കിയേ, സൃഷ്ടാവാം ദൈവം സൃഷ്ടിച്ചപ്പം ഒരു പർപ്പസ് ഉണ്ടായിരുന്നു അവർക്കല്ലേ? ദൈവം ഇവരെ എന്തായിട്ടാ സൃഷ്ടിച്ചത്? ആണും പെണ്ണുമായിട്ട് സൃഷ്ടിച്ച് ദൈവം ഇതിനൊരു ഓർഡറൊക്കെ ഉണ്ടാക്കി വെച്ചു. പക്ഷെ ഇവരെന്ത് ചെയ്തു? ഇവരാ പ്ലാനിൽ നിന്ന് വീണ് ദൈവം ഇവർക്ക് ബുദ്ധി പറഞ്ഞു കൊടുത്തിട്ടും റെവലേഷൻ കൊടുത്തിട്ടും അദൃശ്യ ലക്ഷണങ്ങളിൽ കൂടി ഇവരോട് സംസാരിച്ചിട്ടും ഇവര് ദൈവത്തിന്റെ സത്യത്തെ അസത്യം കൊണ്ട് ഇവരെന്ത് ചെയ്തു? മറച്ചു വെച്ചത് കൊണ്ടും അതിനെ സ്വീകരിക്കാതിരുന്നത് കൊണ്ടും ദൈവം എന്ത് ചെയ്തു? അവരുടെ ഹൃദയത്തിലെ മോഹങ്ങൾക്ക് അവരെ ഏൽപ്പിച്ചു കൊടുത്ത് അവർക്കിപ്പോൾ എന്തു പറ്റി? ദൈവം അവരെ സൃഷ്ടിച്ചവൻ ഇവരെ ആണും പെണ്ണുമായിട്ടാണ് സൃഷ്ടിച്ചത്. പക്ഷെ ഇപ്പം ഇവര് ദൈവത്തെ മനസ്സിലാക്കാഞ്ഞത് കൊണ്ടും ദൈവത്തോട് റെസ്പോണ്ട് ചെയ്യാഞ്ഞത് കൊണ്ടും ഇപ്പൊ എന്ത് പറ്റി? ആ ക്രിയേഷനിലെ ഓർഡറെ എന്ത് ചെയ്തു? തെറ്റിപ്പോയി. ഇത് തന്നെയാണ് സോദാം ഗോമോറയിൽ എന്ത് ചെയ്തത്? സംഭവിച്ചത്. നോക്കിക്കേ, അതുകൊണ്ട് ദൈവം അവരെ അപമാന രാഗങ്ങളിൽ ഏൽപ്പിച്ചു. അപമാന രാഗം എന്ന് അവിടെ പറയുമ്പോൾ ബേസിക്കലി നോക്കിയ ലൈംഗികത എന്ന് പറഞ്ഞാൽ ദൈവം പവിത്രമായി മനുഷ്യന് കൊടുത്ത എന്താണ്? ഒരു മനുഷ്യനെ ഉണ്ടാക്കിയപ്പം മനുഷ്യൻ മൾട്ടിപ്ലിക്കേഷന് വേണ്ടി, അല്ലെങ്കിൽ മനുഷ്യന്റെ ആ ദൈവം ഉണ്ടാക്കിയ ഇൻസ്റ്റിറ്റ്യൂഷൻ, കുടുംബജീവിതം എന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ ദൈവം ഏറ്റവും മനോഹരമായി മനുഷ്യൻ ഉണ്ടാക്കി വെച്ചിരുന്ന എന്താണ്? ഒരു വികാരമാണ് ലൈംഗികത. പക്ഷെ അതിനെ എന്ത് ചെയ്തു? അപമാന രാഗമാക്കി മാറ്റി. ആര്? പാപം ചെയ്ത മനുഷ്യൻ. അതുകൊണ്ട് അവരുടെ സ്വാഭാവികമായ ക്രിയേറ്റീവ് ഓർഡർ തന്നെ, ക്രിയേഷനിലെ ദൈവം ഉണ്ടാക്കിയ സ്ത്രീയും പുരുഷനും എന്നുള്ള ഓർഡർ തന്നെ എന്ത് ചെയ്തു? തെറ്റിപ്പോയി. അവരുടെ സ്ത്രീകളോട് അവലക്ഷണമായത് പ്രവർത്തിച്ചു. പുരുഷന്മാർ എന്ത് ചെയ്തു? പുരുഷനോട് അവലക്ഷണമായത് പ്രസംഗിച്ചു. എപ്പം മനുഷ്യൻ ഇങ്ങനെ ദൈവത്തിന്റെ ക്രിയേഷന്റെ ഓർഡറിന് എതിരായിട്ട് പോയിട്ടുണ്ടോ അപ്പോൾ എല്ലാം മനുഷ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്? അതിന്റെ പരിണിത ഫലങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്.
ഇന്നും മനുഷ്യരാശിയിൽ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ലാത്ത എയ്ഡ്സ് എന്ന് പറയുന്ന രോഗം മനുഷ്യനിൽ കടന്നു വന്ന് എങ്ങനെയാണ് നമുക്കെല്ലാം അറിയാം അല്ലേ? ദൈവം ഉണ്ടാക്കി വെച്ച ക്രിയേഷനിലെ ഒരു ക്രിയേഷൻ്റെ ഓർഡറിനെ തെറ്റിച്ച് മനുഷ്യൻ പ്രവർത്തിക്കുമ്പോൾ എപ്പോഴും ഇതുപോലത്തെ എന്തുണ്ട്, ആഫ്റ്റർ എഫക്ട്സ് ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിന്റെ വ്യക്തമായ തെളിവാണ് ഇന്നും എയ്ഡ്സ് എന്ന് പറയുന്ന രോഗം എന്തോരം പേരെയാണ് കാർന്നു നിന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? നമ്മൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് തേടി പോകുമ്പോൾ സ്വാഭാവികമായി ദൈവം കൊടുത്ത റെവലേഷൻ വിട്ടിട്ട് മനസ്സിലാക്കേണ്ടതിന് പകരം ദൈവത്തെ ദൈവമെന്ന് ഓർത്ത് മഹത്തീകരിക്കേണ്ടതിന് പകരം അവര് ആ സൃഷ്ടിയുടെ ഓർഡറിനെ എന്ത് ചെയ്തു? നശിപ്പിച്ചു കളഞ്ഞു. അതുകൊണ്ട് ഇവരുടെ സ്ത്രീകൾ എന്ത് ചെയ്തു? സ്വാഭാവിക ഭോഗത്തെ സ്വഭാവ വിരുദ്ധമാക്കി കളഞ്ഞു. അവണ്ണം പുരുഷന്മാരും സ്വാഭാവിക സ്ത്രീ ഭോഗം വിട്ട് അന്യോന്യം കാമം ജനിച്ച് ആണോട് ആൺ അവലക്ഷണമായത് പ്രവർത്തിച്ചു. ഇങ്ങനെ അവർ തങ്ങളുടെ വിഭ്രമത്തിന് യോഗ്യമായ പ്രതിഫലം തങ്ങളിൽ തന്നെ പ്രാപിച്ചു. ഇപ്പൊ ഇഷ്ടംപോലെ ക്രിസ്ത്യൻ ചർച്ചുകളൊക്കെ ഈ LGBT പോലത്തെ കമ്മ്യൂണിറ്റീസിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഇത് നാച്ചുറലായിട്ടാണ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ബൈബിൾ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ബൈബിൾ അതിനെ അംഗീകരിക്കുന്നില്ല. ഈ ക്രിസ്ത്യാനിറ്റിക്ക് പറ്റിയ ഈ കാലഘട്ടത്തിൽ പറ്റിയ ഏറ്റവും വലിയ വീഴ്ച എവിടെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ സൊസൈറ്റിയിൽ മറ്റേ നല്ലവനായി ഉണ്ണി കളിക്കാനുള്ള ശ്രമം നടത്തി ക്രിസ്ത്യാനിറ്റി. അപ്പം നമ്മളെ ആളുകളുടെ മുന്നിൽ സൊസൈറ്റിയുടെ കണ്ണിലെ നന്മ പ്രസംഗിക്കാനല്ല ദൈവം എന്ത് ചെയ്തിരിക്കുന്നത്? നമ്മളെ വിളിച്ചിരിക്കുന്നത്. പലപ്പോഴും നമ്മൾ ആ ലക്ഷ്യം വിട്ടുപോകും. പലപ്പോഴും നമ്മൾ മദ്യവിരുദ്ധ റാലികളൊക്കെ ഇപ്പം പെന്തിക്കോസ്തുകാർ കേരളത്തിലൊക്കെ ഇഷ്ടംപോലെ നടത്തുക. മദ്യവിരുദ്ധ റാലി നടത്താൻ ഇഷ്ടംപോലെ NGO കാണും. നമ്മളെ വിളിച്ചിരിക്കുന്നത് സുവിശേഷം പ്രസംഗിക്കാനാണ്. മദ്യവിരുദ്ധ റാലി നടത്താൻ NGOയ്ക്കും പറ്റും, ഗവൺമെന്റിന് പറ്റും. സുവിശേഷം ഗവൺമെന്റ് പ്രസംഗിക്കത്തില്ല. നമ്മളെ വിളിച്ചിരിക്കുന്നത് സുവിശേഷം പ്രസംഗിക്കാൻ വേണ്ടിയിട്ടാണ്. നോക്കി, നമ്മൾ സമൂഹത്തിന്റെ മുന്നിൽ ചിലര് ഇപ്പൊ ഒരു പക്ഷേ നമ്മുടെ ജോലി സ്ഥലത്ത് പോലും നമ്മൾ LGBTQ പോലത്തെ ഒരു കമ്മ്യൂണിറ്റിക്ക് എതിരായിട്ടൊരു വാക്ക് പറയാൻ പറ്റത്തില്ല. പിറ്റേ ദിവസം നമ്മുടെ ജോലി പോകും. അപ്പം ഇതിനെ പറ്റിയിട്ട് നമ്മുടെ US ഒരു ഫേമസ് പ്രീച്ചർ ഉണ്ടായിരുന്നല്ലോ, ബില്ലി ഗ്രഹാം പറഞ്ഞത്, ഈ തലമുറയോട് ദൈവം കണക്ക് ചോദിക്കുന്നില്ലെങ്കിൽ സോദോം ഗോമോറയോട് ദൈവം മാപ്പ് പറയണമെന്നാണ് പറഞ്ഞത്. നോക്കി, ബില്ലി ഗ്രഹാമിന്റെ ആ വാക്കുകൾ ഭയങ്കര പ്രസിദ്ധമാണ്. ഈ തലമുറയോട് ദൈവം കണക്ക് ചോദിക്കുന്നില്ലെങ്കിൽ സോദോം ഗോമോറയോട് ദൈവം മാപ്പ് പറയണമെന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കാണും ദൈവം കോപം ചരതിച്ച് വെക്കുന്നു എന്നൊരു വാക്ക് നമ്മൾ കാണും മുന്നോട്ട് പോകുമ്പോൾ. അപ്പം നമ്മൾ ഇൻഡയറക്ട്ലി നമ്മൾ പോകുന്ന ജോലി സ്ഥലങ്ങളിലും നമ്മൾ പോകുന്നിടത്തെല്ലാം ഇതിനെല്ലാം സൊസൈറ്റി ഇപ്പൊ നോർമലാക്കി. അതുകൊണ്ട് ഇതിനൊന്നും എതിരെ നമുക്ക് സംസാരിക്കാൻ പോലും പറ്റാത്ത കാര്യമായിപ്പോയി. ഇപ്പൊ അതുകൊണ്ട് ചർച്ചസ് ഒക്കെ ഇതിനെ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി, ഇതിനെ വെൽക്കം ചെയ്യാൻ തുടങ്ങി. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പലരും ഇതിനെ പറയുന്നതോ അവരങ്ങനെ ആയിപ്പോയത് എന്താണ്, അവരുടെ കുഴപ്പം കൊണ്ടല്ലല്ലോ എന്നുള്ള ന്യായീകരണമൊക്കെ പലരും പറയുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരാൾക്ക് ഭ്രാന്ത് വന്നു. ഇപ്പം നോർമലായിട്ട് ദൈവം ആക്കിയിരിക്കുന്നത് എന്തായിട്ടാണ്? ആണും പെണ്ണുമായിട്ടാണ്. അതിന് അബ്നോർമലായിട്ടൊരു കാര്യം വരും. ഇപ്പൊ നോർമലായിട്ട് നമ്മളെല്ലാം ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ സന്തോഷിച്ചാൽ അബ്നോർമലായിട്ട് ബിഹേവ് ചെയ്താൽ നമ്മൾ എന്താ ചെയ്യുന്നേ? സാരമില്ല, പുള്ളിക്ക് അത് അങ്ങനെ വന്നതുകൊണ്ടല്ലേ, അവിടെ ഇരുന്നോട്ടെന്ന് പറയാമോ? അതിനെന്ത് ചെയ്യും? ചികിത്സിക്കാനുള്ള അവസരങ്ങൾ നോക്കുമല്ലോ. നമ്മൾ തന്നെ മേബി ഒരു നല്ല സൈക്കോളജിസ്റ്റിനെ കൊണ്ട് കണ്ടുപിടിക്കും, അല്ലെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കും. അപ്പം ദൈവമാക്കി വെച്ചിരിക്കുന്ന നോർമലായിട്ട് തന്നിരിക്കുന്ന നമ്മുടെ ബിഹേവിയറിന് വിരുദ്ധമായി മെന്റൽ ഹെൽത്ത് സംഭവിക്കുമ്പോൾ നമുക്ക് അതിനെ ട്രീറ്റ് ചെയ്യണമെന്ന് ചിന്തിക്കാൻ കഴിയുമ്പോൾ, ദൈവം നമുക്ക് ആണും പെണ്ണുമായി ദൈവം സൃഷ്ടിച്ചിട്ട് അതിന് വിപരീതം ഇപ്പൊ ആളുകൾ സ്വന്തമായിട്ട് ഐഡന്റിറ്റി ക്യാറ്റ് ആണെന്നും ഡോഗ് ആണെന്നും ഒക്കെ ഐഡന്റിഫൈ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അച്ഛനറിയോ? ആളുകൾ സ്വന്തമായിട്ട് ഞാനൊരു പട്ടിയാണ്, ഞാൻ പൂച്ചയാണെന്നൊക്കെ വിശ്വസിച്ച് ഐഡന്റിറ്റി അങ്ങനെ കീപ്പ് ചെയ്യുന്ന ആളുകളുണ്ട്. ഒന്ന് ആലോചിച്ച് ചോദിക്കുക, നമ്മൾ എത്തി നിൽക്കുന്ന ലോകം എത്ര അധപ്പതിച്ചിരിക്കുന്നു. ദൈവം ആണും പെണ്ണുമായിട്ട് എന്ത് ചെയ്തു? മനുഷ്യനെ സൃഷ്ടിച്ചു. അതിന് വിപരീതമായി സംഭവിച്ചത് പൗലോസ് ഇവിടെ പറയുന്നത് എന്താണ്? ശിക്ഷയായിട്ട് ദൈവം കൊടുത്തതാണ്. ഇപ്പൊ ആളുകൾക്ക് അത് പ്രൈഡായി മാറി. നോക്കി, എന്തോരം ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇത് രണ്ടും സഞ്ചരിക്കുന്നത്. നോക്കി, ദൈവത്തിന്റെ പ്ലാനും ദൈവം പ്രസംഗിച്ചതും ദൈവം പഠിപ്പിച്ചതും ഇന്നത്തെ കണ്ടംപററി വേൾഡും പോകുന്നത് രണ്ടും രണ്ട് എക്സ്ട്രീംസിലാണ്. സോ നമ്മുടെ ചലഞ്ച് എന്ന് പറഞ്ഞാൽ, വി കാൻ ട്രാവൽ രണ്ട് ഡയറക്ഷനിലും അറ്റ് ദ സെയിം ടൈം നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് വിൽ ഹാവ് ടു ചൂസ് വൺ സൈഡ്. അതെ അതെ, യെസ്. ബിക്കോസ് അതെ
അതെ അതെ, കാരണം ക്രിയേറ്റീവ് ഓർഡറിന്റെ തുടക്കമേ എവിടുന്നാ? നമ്മൾ മനുഷ്യനെ പറ്റിയുള്ള രക്ഷയാണ് നമ്മൾ പഠിക്കുന്നത്. ആ ക്രിയേറ്റീവ് ഓർഡറിന്റെ മനുഷ്യന്റെ തുടക്കത്തിലെ ദൈവം ആണും പെണ്ണുമായിട്ടാണ് സൃഷ്ടിച്ചത് തന്നെ. ആ സൃഷ്ടി തന്നെ എന്തായിപ്പോയി? ആ പർപ്പസെ മനുഷ്യൻ എന്ത് ചെയ്തു? നശിപ്പിച്ച് തോട്ടിക്കളഞ്ഞു. നോക്കി, അന്ന് പൗലോസ് ഇവിടെ പറഞ്ഞതിനെ അപമാനരാഗമായിട്ട് ദൈവം അവനെ ശിക്ഷയിൽ ഏൽപ്പിച്ചതാണ്. പക്ഷെ ഇന്ന് അതിനെ ആളുകൾക്ക് അത് പ്രൈഡായി മാറി. അതിന്റെ ആ വിരോധാഭാസം കാണുന്നുണ്ട്. അതിന്റെ അകത്ത് കിടക്കുന്ന നോക്കിയ ഓക്സിമോറോൺ സാധനം മനസ്സിലാവുന്നുണ്ട്. അത് അപമാനരാഗമായിട്ട് ഏൽപ്പിച്ചത് ഇന്ന് ആളുകൾക്ക് എന്തായി മാറി? പ്രൈഡായി മാറി. മാനം തോയ്യ. ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നേ? ഇത് തന്നെ ലജ്ജയായത് എന്തിനാ? നീ ലജ്ജയാണെന്ന് മനസ്സിലാക്കാനാ. പക്ഷെ അത് അവര് മാനമായിട്ട് എടുത്തു. ഇപ്പൊ സംഭവിച്ചതുപോലെ തന്നെ ദൈവം അവർക്ക് റെവലേഷൻ കൊടുത്തത് എന്തിനാ? ഇതിന്റെ ഒക്കെ പിന്നിൽ ഇത്ര കോംപ്ലക്സിറ്റി ഉണ്ടെന്ന് ചിന്തിക്കാനും ഒരു സൃഷ്ടാവ് ഉണ്ടെന്ന് മനസ്സിലാക്കാനും ഒക്കെ ഉള്ള ബോധം ദൈവം കൊടുത്തത് എന്തിനാ? സൃഷ്ടാവിനെ മനസ്സിലാക്കാനും സൃഷ്ടാവാണെന്ന് ഓർത്തിട്ട് അവൻ എന്ത് ചെയ്യാനാ? അവനെ മഹത്വം കൊടുക്കാനും നന്ദി പറയാനുമാ. പക്ഷെ സംഭവിച്ചത് എന്താണ്? ഓപ്പോസിറ്റ് സംഭവിച്ചത്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ദൈവം അവരെ ശിക്ഷിച്ചതാണ് എന്ത്? അവരെ അവരുടെ അവമാന രാഗങ്ങളിൽ ഏൽപ്പിച്ചു. അതുകൊണ്ട് അവരുടെ ആണാനോട് അവനിഷ്ടമായത് പ്രവചിച്ചു. ഇങ്ങനെ അവർ തങ്ങളുടെ വിഭ്രമത്തിനു യോഗ്യമായ പ്രതിഫലം തങ്ങളിൽ തന്നെ പ്രാപിച്ചു. അപ്പൊ നമുക്ക് 27-ാം വാക്യത്തിൽ നിർത്താം. ഇനി 28, 29, 30 ഒരു 4-5 വാക്യം കൂടെ ആകുമ്പോൾ നമ്മൾ റോമാലേഖനം 1-ാം അധ്യായം ഫിനിഷ് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? 2-ാം അധ്യായത്തിലോട്ട് കടക്കും. 2-ാം അധ്യായത്തിലോട്ട് കടക്കുമ്പോൾ കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് സ്വയനീതി എന്നുള്ള ഒരു ആശ്രയത്തിൽ, കാരണം ബേസിക്കലി ഒരു നീതി ഇവിടെ വേണമെന്ന് എന്തായി ഇത് കഴിയുമ്പോൾ സ്ഥാപിക്കും. നിങ്ങൾ എല്ലാവരും അത്ര നല്ലതൊന്നുമല്ല. ബേസിക്കലി അവിടെ പറഞ്ഞിരിക്കുന്ന ഏത് നിനക്ക് വേണം? സുവിശേഷത്തിൽ കൂടിയുള്ള രക്ഷ വേണം. അതെന്തിനാണ്? അതിൽ വിശ്വസിക്കുന്നവർക്ക് അത് ദൈവത്തിന്റെ നീതിയാണ്. അപ്പൊ ആ നീതി വേണമെന്ന് പറഞ്ഞ് ഇപ്പൊ ഇത് സ്ഥാപിക്കുമ്പോൾ ഇനിയും ചില പാർട്ടികൾ വരും, ശരിയാകട്ടെ, ഈ പറഞ്ഞ എല്ലാം 100% ശരിയാ, നമുക്ക് നീതി വേണം, ഞങ്ങളൊക്കെ അതുകൊണ്ടല്ലേ നീതി നിൽക്കുന്നത്. അങ്ങനെയുള്ള പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് 2-ാം അധ്യായം തൊട്ട് താഴോട്ട് പറയുന്നത്. ഈ സ്വയനീതിക്കാരെ പറ്റിയിട്ടാണ് പറഞ്ഞു.